Good morning, ma'am. Morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Good morning. Good morning. Good morning, ma'am. Good morning. Okay, Ara prayer Ara, we can start. ഞാൻ പാടാം മാം. Good morning. There shall be season for blessing. This is the promise of love. There shall be season refreshing sent from the Savior above. Showers of blessing we need. Mercy drops around us are falling, but for the showers we prayed. Thank you. Okay, നമ്മൾ പ്രാക്ടിക്കൽ സെഷൻസ് എടുക്കാനായിട്ട് പോവുകയാണ്. സോ ബിഫോർ ദാറ്റ് വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? സൈൻ ഇൻ റിപ്പോർട്ട് ഓഫ് ദി ഡേ. യെസ്, കൃഷ്ണേന്ദു. യെസ്, എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? എനിവൺ? ജസ്റ്റ് ഒന്ന് കാണിക്കട്ടെ. കാണിക്കൂ. എല്ലാ കളറും കിട്ടിയില്ല, കിട്ടിയത് വെച്ച് തുണി വെച്ച ചെയ്തേക്കുന്നെ. ഗുഡ്, വെരി ഗുഡ്. കാർഡ്ബോർഡിൽ റാപ്പ് ചെയ്തോ? തെർമോക്കോളിലോ? ഓക്കെ ഓക്കെ. കാർഡ്ബോർഡില് തുണി ചുറ്റി മൊത്തത്തില്, എന്നിട്ട് ഇവിടെ ചെറുതായിട്ട് സൂചി വെച്ചൊന്ന് തുന്നി വെച്ചേക്കുക. ഓ യെസ്, ഗുഡ് ഐഡിയ. ഓക്കെ ഓക്കെ. സോ നിങ്ങളുടെ മോഡ്യൂൾ 1 കംപ്ലീറ്റ് ആയി. ദാറ്റ് ഈസ് ദ തിയറി പാർട്ട് ഫോർ കോമൺ ഫോർ ബോത്ത് ഡിപ്ലോമ ആൻഡ് PG. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ടേം എക്സാം ഉണ്ടാവുമായിരിക്കും കേട്ടോ. അതിന്റെ നോട്ടിഫിക്കേഷൻ വരും. സോ നമ്മൾ മോഡ്യൂൾ 3 ഇതിന്റെ പ്രാക്ടിക്കൽ മെറ്റീരിയൽസിന്റെ ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഫെമിലറൈസേഷൻ അപർണ മിസ്സും അശ്വതി മിസ്സും കൂടെ ചെയ്യും. അതിന്റെ കണ്ടന്റ്സ് കുറച്ച് കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ വന്നത്. മേ ബി 1 or 2, 3 ക്ലാസ് കൊണ്ട് ഞാൻ ആ കണ്ടന്റ്സ് പറഞ്ഞു തരും. നിങ്ങൾ വായിക്കണം. കുറേ വായിക്കാനുണ്ട്. കുറേ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്ത് നോക്കണം. ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളുമാണ്. അപ്പൊ വായിക്കുമ്പോൾ കാണാം ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ എന്ത് ഏരിയയിലാണ് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മളുടെ ഈ മോണ്ടിസോറി എൻവയോൺമെന്റിനെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മോണ്ടിസോറി എൻവയോൺമെന്റിനെ 5 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് ഏരിയ ആണ് നമ്മളിപ്പോ നോക്കുന്നത്. ദാറ്റ് ഇസ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല പോലെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വീട്ടിലെ ടാസ്ക്, നമ്മുടെ കിച്ചൺ, മെയിൻലി നമ്മളുടെ കിച്ചൺ, ആ വീട്ടിലെ ഒരു ടാസ്ക് ആണ് നമുക്ക് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാക്ടിക്കൽ ടാസ്കുകൾ ചെയ്യുന്നത് നമ്മുടെ വീട്ടില് കിച്ചൺ ആണ്. പിന്നെ ബാക്കിയുള്ള ഏരിയകളിൽ നമ്മൾ മോപ്പിംഗ്, ക്ലീനിങ്, ഡസ്റ്റിങ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട് അല്ലെ. ഓരോന്നും അറേഞ്ച് ചെയ്യുന്നത്, ഇന്റീരിയർ അറേഞ്ച് ചെയ്യുന്നതും ഒക്കെ ഉണ്ടാവും. ഇതെല്ലാം കുഞ്ഞുങ്ങളെ കൊണ്ട് ചെറുപ്പത്തില് അവരുടെ ഏജിനനുസരിച്ച് ചെയ്യിക്കണം എന്നാണ് പറയുന്നത്. മറിയ മോണ്ടിസോറി അതിനൊരു ഏരിയ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് വൺ ആണ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ. സെക്കൻഡ് വൺ സെൻസോറിയൽ ഏരിയ. കുട്ടികളുടെ 5 സെൻസസും ആക്ടിവേറ്റ് ആക്കുന്ന രീതിയിലുള്ള ആക്ടിവിറ്റി ആയിരിക്കും സെൻസോറിയൽ ഏരിയയിൽ വരുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണ് ലാംഗ്വേജ് ഏരിയ. കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത്, അവര് അക്ഷരങ്ങൾ, ലെറ്റേഴ്സ് മനസ്സിലാക്കുന്നത്, അതിന്റെ റീഡിങ്, റൈറ്റിംഗ് എല്ലാം ലാംഗ്വേജ് ഏരിയയിൽ വരും. നെക്സ്റ്റ് വരുന്നതാണ് മാത്തമാറ്റിക്കൽ ഏരിയ. അവിടെയാണ് കുട്ടികൾ നമ്പേഴ്സ് ഐഡന്റിഫൈ ചെയ്യുന്നത്, കൗണ്ട് ചെയ്യാൻ പഠിക്കുന്നത്.
ലെസ് മോർ ആ കൺസെപ്റ്റ് ഒക്കെ അവർക്ക് കിട്ടുന്നത്. ഓക്കെ, അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ, ലാർജ്, സ്മോൾ, അതെല്ലാം അവർ മനസ്സിലാക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അതെല്ലാം കഴിയുമ്പോൾ അവർ അരിത്തമെറ്റിക് ഓപ്പറേഷൻസിലേക്ക് കടക്കും. ദാറ്റ് ഈസ് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. അത് ചെയ്യാൻ അവർക്ക് ടേബിൾ ഒന്നും യൂസ് ചെയ്തിട്ടല്ല കുട്ടികൾ ചെയ്യുന്നത്. അവരവിടെ അല്ലാതെ ചില ആക്ടിവിറ്റീസിലൂടെയാണ് അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ എല്ലാം പഠിക്കുന്നത്. പിന്നെ അവിടെ തന്നെ ഒരു ഫ്രാക്ഷൻസ് പഠിക്കും. ഓക്കെ, നമ്മൾ ഏറ്റവും കൂടുതൽ ഫ്രാക്ഷൻ, അതായത് ഡിവൈഡ് ചെയ്യുന്നത് എന്തായാലും വർഷത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും വീട്ടിൽ കേക്ക് കട്ട് ചെയ്യും അല്ലെ. ആ ഫ്രാക്ഷൻ ലൂടെ അവർ പഠിക്കുന്നത് ആ ഒരു കൺസെപ്റ്റ് ആണ്, ഹ്യൂമാനിറ്റി, ഷെയറിങ്, ഈക്വൽ ആയിട്ട് എല്ലാവർക്കും കൊടുക്കണം, അങ്ങനെയുള്ളതല്ല. ഓരോ ആക്ടിവിറ്റി ചെയ്യുന്നതിനും ഓരോ പർപ്പസ് ഉണ്ട്. അതുപോലെയാണ് മറിയ മോണ്ടിസോറി ഓരോ മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓരോ മെറ്റീരിയൽസും ഓരോ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ ഓരോ പർപ്പസ് കുട്ടികളിലേക്ക് എത്തണം. അതിൽ പലതും അവർക്ക് വാല്യൂസ്, അതായത് നല്ല സോഷ്യൽ വാല്യൂസ്, അവരുടെ മറ്റുള്ളവരോടുള്ള അവരുടെ പെരുമാറ്റം, ഇതെല്ലാം വരും ആ ഒരു ഓരോ ആക്ടിവിറ്റി ചെയ്യുന്നതിലൂടെ. ശരിക്കും നല്ലൊരു ജനറേഷൻ ആണ് ഇതിലൂടെ ഡിസൈൻഡ് ആയിട്ട് വരുന്നത്. സാധാരണ പോലെ സെൽഫിഷ് മെന്റാലിറ്റി ഒന്നുമില്ല. മ്യൂച്വൽ ഹെൽപ്പ്, റെസിപ്രോക്കൽ ഹെൽപ്പ്, മ്യൂച്വൽ ലവ്, റെസ്പെക്ട്, എല്ലാവരോടും സ്നേഹം, റെസ്പെക്ട്, ആളുകളോട് മാത്രമല്ല ചുറ്റുമുള്ള സറൗണ്ടിങ്സിനോടും റെസ്പെക്ട്. അതുപോലെ തന്നെ അവരുടെ ഡിസ്റ്റർബിങ് നേച്ചർ, ഡിസ്ട്രോയിങ് നേച്ചർ, ഇതെല്ലാം മാറും എന്നാണ് മോണ്ടിസോറി കണ്ടെത്തിയിരിക്കുന്നത്. നമുക്കും അത് വിസിബിൾ ആയിട്ട് കാണാനായിട്ട് പറ്റും. നെക്സ്റ്റ് വരുന്നത് കൾച്ചറൽ ഏരിയ ആണ്. കൾച്ചറൽ ഏരിയയിൽ സയൻസ് ഏരിയ ഉണ്ട്. അത് തന്നെ ബയോളജി, അതായത് സുവോളജി, ബോട്ടണി എന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പെറ്റ്സ് ഉണ്ടാകാം അവിടെ, അല്ലെങ്കിൽ അനിമൽസിന്റെ പിക്ചേഴ്സ് കാണും, ഫിഷ് കാണും. പിന്നെ ബയോളജി, ബോട്ടണി എന്ന് പറയുമ്പോഴേക്കും പ്ലാന്റ് ലൈഫാണ്, ഗാർഡൻ ഉണ്ടായിരിക്കും. കുട്ടികൾ ചെടി നടും, ചെടികളെ കെയർ ചെയ്യും. അതൊക്കെ പ്ലക്ക് ചെയ്യാൻ പാടില്ല, ഫ്ലവേഴ്സിനെ അങ്ങനെ പ്ലക്ക് ചെയ്യരുത്. ആ ഒരു വാല്യൂ എല്ലാം അവരുടെ മനസ്സിൽ വരും. അതിനും ലൈഫ് ഉള്ളതാണെന്നൊക്കെ അവർക്ക് മനസ്സിലാകും. ദെൻ അവിടെ വാട്ടർ പ്ലേ ഏരിയ ഉണ്ടാവും, സാൻഡ് പിറ്റ് ഉണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും വെള്ളത്തിൽ. അപ്പൊ നേച്ചറുമായിട്ട് ഇവരെ കണക്ട് ചെയ്യുന്നു. പിന്നെ മ്യൂസിക്കൽ ഏരിയ കാണും. അവിടെ പല രീതിയിലുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാകും. അതിന്റെ മ്യൂസിക്കൽ ബീറ്റ്സ് അനുസരിച്ച് ആ ഒരു റിഥം, അവരുടെ ആ ചെറു പ്രായത്തിലെ തന്നെ അവരുടെ ലൈഫിലേക്ക് ഒരു റിഥം വരുവാണ്. ഒരു മ്യൂസിക്കിനോടുള്ള ഒരു ഇതും, മ്യൂസിക് ഒത്തിരി ചേഞ്ചസ് മ്യൂസിക് ആളുകളുടെ ലൈഫിൽ വരുത്തുന്നുണ്ടല്ലേ. അപ്പൊ മ്യൂസിക്കിന്റെ ഇമ്പോർട്ടൻസ് അങ്ങനെ പലതും അവർക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും ആ ഒരു ചൈൽഡിന്റെ ഒരു രീതിയിൽ നിന്ന് നമ്മൾ എല്ലാം ചിന്തിക്കണം. കേക്കിലെ വെള്ളം നിറയ്ക്കുക എന്ത് സിമ്പിൾ കാര്യം, അവസാനം അഡൾട്ട് നമ്മൾ ചിന്തിക്കും. പക്ഷെ ഒരു കുട്ടിയെ സംബന്ധിച്ച് അതൊരു ടാസ്ക് ആണ്. അവൻ അതിന്റെ ഓരോ പ്രോസസ്സും എൻജോയ് ചെയ്യുന്നു. സോ we move on to our first area, മോണ്ടിസോറി എൻവയോൺമെന്റ് ഫസ്റ്റ് ഏരിയ ആയിട്ടുള്ള പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിലേക്ക് പോവാണ്. കുറേ കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ വായിക്കാനുണ്ടാവും. ഇത് വായിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. മുഴുവൻ നമുക്ക് റീഡ് ചെയ്യുക എന്നുള്ളതല്ല. കാരണം കുറെ വാട്ടർ കോറിങ്ങും കണ്ടെയ്നറിലേക്ക് പൾസസ് വയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇതെല്ലാം പ്രാക്ടിക്കൽ ലൈഫ് ഏരിയന്റെ ഇൻട്രൊഡക്ഷനിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. നമുക്ക് നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ വേ ഓഫ് ലിവിങ് ആണ് അല്ലെ. പല എക്സസൈസ് ഇപ്പൊ നമ്മള് ഡെയിലി മോർണിംഗ് എണീക്കുന്ന തുടങ്ങി രാത്രി കിടക്കുന്ന വരെ നമ്മൾ പല ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊരു കുട്ടിയുടെ ലൈഫിലേക്ക് വരുമ്പോഴും കുട്ടി ഐഡിൽ ആയിരിക്കരുത്. അതായത് ഒരു മടിയനെ പോലെ ഇരിക്കാതെ, ലേസി ആകാതെ ആക്റ്റീവായിട്ട് കുട്ടികളും എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്നാൽ മാത്രമാണ് അവൻ ലൈവ്ലി ആകുള്ളൂ. ഒരു അലേർട്ട്നെസ്, സ്മാർട്ട്നെസ് എല്ലാം അവൻ പല കാര്യങ്ങളും മനസ്സിലാക്കുള്ളൂ. വലുതായി കഴിഞ്ഞിട്ട് പാത്രം കഴുകാം, വലുതായി കഴിഞ്ഞിട്ട് ജഗ്ഗില് വെള്ളം നിറയ്ക്കാം എന്നുള്ളതല്ല. ഫ്രം ദ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് നമ്മൾ ഇപ്പോഴുള്ള ചെറിയ ചെറിയ എക്സസൈസസ്, ആക്ടിവിറ്റീസ്, പ്രാക്ടീസസ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം എന്നാണ്. അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വലുതാകും തോറും അവർക്ക് പ്രാക്ടിക്കലി അവർ ചെയ്യുന്ന എക്സസൈസിൽ പല നോളജ് കിട്ടും അല്ലെ. നമുക്കറിയാം ഇപ്പോഴത്തെ കുട്ടികള് പലപ്പോഴും ചില പാരന്റ്സ് അവരുടെ ജോലിയുടെ ഇത് കാരണം ചില കുട്ടികളെ ചെറിയ സ്കൂളിൽ ക്ലാസ്സിലായിരിക്കുമ്പോ തന്നെ ബോർഡിങ്ങിലേക്ക് അയക്കും അല്ലെ. അപ്പൊ എന്താന്ന് വെച്ചാൽ അങ്ങനെ പോകുമ്പോൾ പല കാര്യങ്ങളും ഇവർ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ പോട്ടെ +2 കഴിഞ്ഞിട്ട് ഹയർ സ്റ്റഡീസിന് പോകും, ഒന്നും അറിയാതെ തന്നെ. അങ്ങനെ ഹയർ സ്റ്റഡീസ് ഒക്കെ പോകുമ്പോൾ തന്നെത്താൻ ഇവര് താമസിക്കുകയായിരിക്കും. പല കാര്യങ്ങളും ഇവർ തന്നെ മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. സോ നമ്മൾ ചെറുപ്പത്തിലേ അവരെ അത് ശീലിപ്പിക്കുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. അവർക്ക് ആ ഒരു കൺഫ്യൂഷൻസും ഒന്നും ഉണ്ടാവില്ല.
ഒരു എക്സിസ്റ്റൻസ്, അവരുടെ ആ ഒരു നിലനിൽപ്പ്, അവർ വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യും. പെട്ടെന്ന് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും അത് അവരുടെ അക്കാദമിക്സിനെ ബാധിക്കും, അവരുടെ ലൈഫിനെ ബാധിക്കും. പല കുട്ടികളും ഹോസ്റ്റലിൽ നിന്ന് തിരിച്ചു വരുന്നു, കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നു. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം ഇതിന്റെ ഒരു ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം ദ ബിഗിനിങ്, ചൈൽഡ്ഹുഡ് ഓൺവേർഡ്സ് നമുക്ക് കുട്ടികൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അപ്പോൾ പ്രാക്ടിക്കൽ ലൈഫിന്റെ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. ഇതെല്ലാം നിങ്ങൾ വായിക്കണം. പിന്നെ പലപ്പോഴും മോണ്ടിസോറി എൻവിയോൺമെന്റിൽ ഉണ്ടാകുന്ന ചില കാഴ്ചകൾ, അവിടെ കോമൺ ആയിട്ട് ഇരിക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മാറ്റ് ഉണ്ടായിരിക്കും. സാധാരണ നമ്മുടെ ബാത്റൂമിന്റെ ഒക്കെ ഫ്രണ്ടിൽ ഇടുന്ന ഒരു മാറ്റ് ഇല്ലേ, ആ ഒരു സൈസിലുള്ള മാറ്റ്, ചിലപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടെ വലിപ്പം കൂടിയത്, വലിയ കാർപ്പറ്റ് പോലത്തെ അല്ലാതെയുള്ള മാറ്റുകൾ നിറയെ ഉണ്ടാവും. ചില മാറ്റുകൾ ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നതായിരിക്കും, ചില മാറ്റുകൾ റോൾ ചെയ്ത് വെക്കാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് യോഗ മാറ്റ് അറിയാം, അത് റോൾ ചെയ്തേ വെക്കാൻ പറ്റുള്ളൂ, ഫോൾഡ് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെ മാറ്റുകൾ ഫോൾഡ് ചെയ്ത് വെക്കാവുന്നതും ഉണ്ടാവും, റോൾ ചെയ്ത് വെക്കാനുള്ളത് ഉണ്ടായിരിക്കും. അങ്ങനെ പല ടൈപ്പ് മോണ്ടിസോറി എൻവയോൺമെന്റിലെ പല ഭാഗങ്ങളിലായിട്ട് ഇത് കീപ്പ് ചെയ്തിരിക്കുന്നത് കാണാം. പിന്നെ അതുപോലെ തന്നെ സ്മോൾ ബാസ്ക്കറ്റുകൾ ഉണ്ടാകും. അതുപോലെ ട്രേ, മോസ്റ്റ്ലി വുഡൻ ട്രേ ആയിരിക്കും. മിക്ക മെറ്റീരിയൽസും നാച്ചുറൽ ആയിരിക്കും, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ടൈപ്പ് അങ്ങനെയൊന്നും കാണില്ല. വുഡൻ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ആയിരിക്കും. ഇതെല്ലാം വച്ചിരിക്കുന്നത് കുട്ടികൾക്ക് പല ആക്ടിവിറ്റീസ് ചെയ്യാനാണ്. മാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർക്കറിയാം, മോണ്ടിസോറി എൻവയോൺമെന്റ് ഫ്രീഡം ഉണ്ട്. ബട്ട് അത് എങ്ങനെയുള്ള ഫ്രീഡം ആണെന്ന് നമുക്ക് നല്ല ഐഡിയ ഉണ്ട്. എങ്ങനെയുള്ള ഫ്രീഡമാ? ഫ്രീഡം വിത്തിൻ ലിമിറ്റ്സ്. യെസ്, ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ്. അത് ഒരു കുട്ടി മാറ്റ് യൂസ് ചെയ്ത് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമുക്ക് ആ ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് എന്നുള്ളത് എന്താണെന്ന് മനസ്സിലാക്കും. അതായത് ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് പോയി മെറ്റീരിയൽസ് ഷെൽഫിൽ, അവരുടെ ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ട് അല്ലെ, അവർക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് എടുത്തുകൊണ്ട് വന്ന് ആക്ടിവിറ്റി ചെയ്യാം. എല്ലാ ഫർണിച്ചേഴ്സും ചൈൽഡ് സൈസ്ഡ് ആണ്, എല്ലാം ഹൈറ്റ് കുറഞ്ഞ് ഓപ്പൺ ഷെൽഫുകളാണ്, ഒന്നും ക്ലോസ്ഡ് അല്ല. അപ്പൊ അവർക്ക് തന്നെ പോയിട്ട് എടുത്തുകൊണ്ട് വരാം. പക്ഷെ അതിന്റെ ഒപ്പം അവർക്ക് ഓൾറെഡി ഗൈഡൻസ് എല്ലാം കൊടുക്കും. ഇനീഷ്യലി എല്ലാത്തിനെ കുറിച്ച് ഒരു ഡെമോ ഒക്കെ കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യുമ്പോഴും മാറ്റ് എടുത്തുകൊണ്ട് വന്ന് അതിന്റെ മുകളിൽ വെച്ച് വേണം ചെയ്യാന്ന് പറയും. ഈ മാറ്റ് കൊണ്ടുവന്ന് അവർ ആദ്യം ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണെങ്കിൽ അൺഫോൾഡ് ചെയ്യും, റോൾ ചെയ്ത് വെച്ചിരിക്കുന്നതാണെങ്കിൽ അൺറോൾ ചെയ്യും. എന്നിട്ടാണ് കുട്ടികൾ അതിന്റെ മുകളിൽ ഈ മെറ്റീരിയൽസ് വെച്ച് ചെയ്യുന്നത്. അതിനൊരു കാര്യമുണ്ട്, ചില മെറ്റീരിയൽസ് എല്ലാം ഈ ഉരുണ്ട ഷേപ്പുള്ളതായിരിക്കും. അപ്പൊ ഇത് പെട്ടെന്ന് ഉരുണ്ട് റോൾ ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലാതെ സർഫസിൽ വെച്ചാൽ. അപ്പൊ മാറ്റിലാകുമോ, മാറ്റ് റഗ് ആണല്ലോ, ഒരു റഫ് ആയിട്ടൊരു പരിക്കൻ തുണി പോലത്തെ ആണല്ലോ. അപ്പൊ അതിലത് ഇരുന്നോളും, റോൾ ചെയ്തൊന്നും പോവില്ല. ആ ഒരു കാര്യമുണ്ട്. അത് കൂടാതെ ആ മാറ്റിന്റെ സ്പേസ് എന്തോരം ഉണ്ടോ ആ ഒരു സ്പേസിലാണ് കുട്ടിയെ ആക്ടിവിറ്റി ചെയ്യുള്ളൂ, ഓടി നടന്ന് ചെയ്യില്ല. അപ്പൊ ആ ആക്ടിവിറ്റി ചെയ്യാൻ അവൻ ആ ഒരു ലിമിറ്റഡ് സ്പേസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഈ ലിമിറ്റഡ് സ്പേസ് യൂസ് ചെയ്തിട്ടാണ് ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ, മറ്റ് അടുത്തിരുന്ന് ചെയ്യുന്ന കുട്ടികൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നില്ല, സറൗണ്ടിങ്സിന് ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. അതാണ് ഓരോ മെറ്റീരിയലും വളരെ മൈന്യൂട്ടായിട്ട് ഡിസൈൻ ചെയ്തേക്കോ. മാറ്റ് ആണെങ്കിലും ട്രേ ആണെങ്കിലും വെള്ളം നിറയ്ക്കുന്നു, ഒരു ട്രേയുടെ മുകളിൽ ജഗ് വെച്ചിട്ട് വെള്ളം നിറയ്ക്കും. അപ്പൊ വെള്ളം പുറത്തേക്ക് സ്പിൽ ഔട്ട് ആയിട്ട് പോവില്ല. കടല അങ്ങനെയുള്ള പൾസസ് അത് കണ്ടെയ്നറിലേക്ക് ഫില്ല് ചെയ്യുന്നു, അപ്പോഴും ട്രേയുടെ മുകളിൽ വെച്ചാ ചെയ്യുന്നത്. അപ്പൊ ആ കടലയൊക്കെ നിലത്ത് ഒന്നോ രണ്ടോ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് ട്രേയിലേ വീഴുള്ളൂ. അപ്പൊ ട്രെയിലാവുമ്പോൾ നീറ്റ് ആണ്, അവർക്ക് അത് പിക്ക് ചെയ്ത് കണ്ടെയ്നറിലേക്ക് ഇടാം. അപ്പൊ അതൊക്കെ അവരുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുന്നു. പിന്നെ അവിടെ നാപ്കിൻസ് മടക്കി വെച്ചിട്ടുണ്ടായിരിക്കും, അവർക്ക് ക്ലീൻ ചെയ്യാനായിട്ട്. വെള്ളമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് അത് ക്ലീൻ ചെയ്യാനായിട്ട് അത് യൂസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ ഉണ്ടായിരിക്കും. പിന്നെ പറഞ്ഞു മാറ്റ് യൂസ് ചെയ്ത് ചെയ്യുന്നു, അപ്പൊ അടുത്തിരിക്കുന്ന കുട്ടികളെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അത് മാത്രമല്ല, ഈ മെറ്റീരിയൽസ് ആ റൂം മുഴുവൻ നടക്കില്ല. നമ്മളുടെ വീട്ടിൽ കുട്ടി കളിക്കുമ്പോ എന്താ, നമ്മൾ ചവിട്ടുന്നതൊക്കെ പലപ്പോഴും ടോയ്സിന്റെ പല പല കഷ്ണങ്ങളിലായിരിക്കും. ആ വീട് മുഴുവൻ നിറഞ്ഞു കിടക്കും. അപ്പൊ ഓൾറെഡി അവനൊരു ബാസ്ക്കറ്റ് കൊടുത്തിട്ട് അവന് ജസ്റ്റ് ഷോ ഹിം, നമ്മൾ ആ ബാസ്ക്കറ്റിൽ ഓരോന്നായിട്ട് പെറുക്കി ഇടുന്നു. അപ്പൊ അവന് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നും, അല്ലെങ്കിൽ അവനോർ ഓർ ഇറ്റ് ഈസ് അവരും ഇതുപോലെ പെറുക്കി വെക്കാനായിട്ട് തുടങ്ങും. അതാണ്. അപ്പൊ ആ ഒരു സറൗണ്ടിങ്സിനെ കൂടി റെസ്പെക്ട് ചെയ്യുന്നു അല്ലെ. അല്ലെങ്കിൽ എന്താ, അവിടെ ചുറ്റുപാട് മുഴുവൻ ഇത് മുഴുവൻ അവിടെ എവിടെയൊക്കെ നിറഞ്ഞിരിക്കും. അപകടവും സംഭവിക്കാം. ആരെങ്കിലും പ്രായമായവർ നടന്നു പോകുമ്പോൾ തന്നെ ചവിട്ടി വീഴാനുള്ള ചാൻസ് ഉണ്ട്, ആരും വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാം. കുട്ടി ഇപ്പൊ കെയർ ഓഫ് സെൽഫ് മാത്രമല്ല, അവനവനെ ശ്രദ്ധിക്കുന്നത് മാത്രമല്ല, മറ്റുള്ളവരെയും സറൗണ്ടിങ്സിനെയും ശ്രദ്ധിക്കുന്നു പറയണത് ഇതാണ്.
ഓക്കെ, പിന്നെ കുഞ്ഞുങ്ങളുടെ ഏജ് അനുസരിച്ചാണ് നമ്മൾ ഓരോ എക്സസൈസും അവർക്ക് കൊടുക്കുന്നത് ഓരോന്നും. അപ്പൊ കെയർ ഓഫ് സെൽഫ്, അവനവനെ ശ്രദ്ധിക്കുന്നു, മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നു, ആ സറൗണ്ടിങ്സിനെ, കെയർ ഓഫ് ദ എൻവയോൺമെന്റ് എല്ലാം വരും. പിന്നെ ഹൈജീൻ ആക്ടിവിറ്റീസ് ലൈക്ക് ബ്രഷിങ്, കോമ്പിങ്, മുടി കോംപ് ചെയ്ത് വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുട്ടി തന്നെ പഠിക്കുവാണ്. ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, അവരോട് ഒരു എന്താ പറയാ, ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ഒരു കട്സി, അങ്ങനത്തെ റെസ്പെക്ട് അതെല്ലാം കാണിക്കും. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസസ് കൊടുക്കുന്നത്? കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇത് ചെയ്യാനായിട്ട്. നമ്മളൊരു എന്തെങ്കിലും ഒരു കത്തി എടുത്ത് എന്തെങ്കിലും കട്ട് ചെയ്യുന്ന കാണുമ്പോൾ ഞാനും ചെയ്യാം അവർ ഓടി വരും അല്ലെ. നമ്മള് ജഗ്ഗില് വെള്ളം നിറയ്ക്കുന്ന കാണുമ്പോൾ അപ്പോഴും അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന പല ആക്ടിവിറ്റീസും ഞാനും ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് അവർക്ക് ഓടി വരും. അപ്പൊ ശരിക്കും ഇങ്ങനെയുള്ള പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസ് എന്തിനവർക്ക് കൊടുക്കുന്നു? അവരെ നാച്ചുറലി ഇതുമായിട്ട് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അപ്പൊ കുട്ടികളെ അത് ചെയ്യാൻ അലോ ചെയ്യണം എന്നാണ് മോണ്ടിസോറി പറയുന്നത്. യെസ്, ദർ ഇസ് ഡേഞ്ചർ അല്ലെ. കത്തി കൊടുത്ത് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഡേഞ്ചർ. പക്ഷെ അവര് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. നമ്മുടെ ഒബ്സർവേഷനും നല്ലതുപോലെ വേണം. ഓക്കെ, അവരവരുടെ മൂവ്മെന്റ്സിനെ നല്ലപോലെ കൺട്രോൾ ചെയ്യും. ശ്രദ്ധിക്കാതെ ഒന്നും അവർക്ക് ഭയങ്കര അറ്റൻഷനോട് കൂടിയായിരിക്കും അവർ ഓരോന്നും ചെയ്യുന്നത്. ചെയ്യുമ്പോൾ അവരുടെ ബോഡിയുടെ മസിൽസിന് കിട്ടുന്ന ഒരു എക്സസൈസ് ആണ്. അപ്പൊ മസിൽസ് നല്ലപോലെ ആക്റ്റീവ് ആകും. അങ്ങനെ അവരുടെ ആ പവർ, ആ ഒരു ബോഡിയുടെ പവറും എല്ലാം കൂടും. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുക കറക്റ്റ് വേയിൽ. കത്തിയെടുത്ത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രിക്വേഷൻസ് എടുക്കാറുണ്ട്, ഫിംഗർ ക്യാപ്പ് ഇടാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് അവർ തീർച്ചയായിട്ടും നമ്മളെ തന്നെ ഫോളോ ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ അതുപോലെ തന്നെയാണ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ. അവിടെ ഡയറക്ടേഴ്സും ഉണ്ടാകും, മോണ്ടിസോറി ഫെസിലിറ്റേറ്റർമാരും അസിസ്റ്റന്റുമാരും എല്ലാം ഉണ്ടായിരിക്കും. അപ്പൊ കുട്ടിക്ക് വേണ്ടുന്ന ഒരു ഡെമോൺസ്ട്രേഷൻ അവരെ കൊടുക്കും. അപ്പൊ അങ്ങനെ കുട്ടികൾ ഈ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മുടെ തിയറി പാർട്ടിൽ പഠിച്ചിരുന്നു, കുട്ടികളിൽ ഒരു ഓർഡർ ഫോം ചെയ്യും, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഓർഡർ ഫോം ചെയ്യും. പിന്നെ റിപ്പീറ്റേഷൻ, അവർക്ക് റിപ്പീറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടും. അവരുടെ മൂവ്മെന്റ് അത് കോർഡിനേഷനും മൂവ്മെന്റും എല്ലാം കറക്റ്റ് ആവും. ബാലൻസ് ചെയ്യാൻ ഒക്കെ. പിന്നെ ആ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും, ഒരു പേസ്ഫുൾനെസ് ഉണ്ടാവും ആ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. സൈലന്റ് ആയിട്ട് നിന്നായിരിക്കും മിക്കവാറും അവർ ചെയ്യുന്നത്. കാരണം നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന അതുപോലെയാണ്. നമ്മൾ ഷൗട്ട് ചെയ്തിട്ടോ വഴക്ക് പറഞ്ഞിട്ടോ ആയിരിക്കരുത് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ എല്ലാ മെറ്റീരിയൽസും കുട്ടിക്ക് ഫെമിലിയർ ആകും. പിന്നെ അതുമല്ല, മോണ്ടിസോറി എൻവയോൺമെന്റിലെ മെറ്റീരിയൽസ് എല്ലാം റിയൽ ആണ്, നാച്ചുറൽ ആണ്, ഒന്നും ആർട്ടിഫിഷ്യൽ അല്ല. പിന്നെ ബ്രേക്കബിളും ആണ്. അതായത് ഗ്ലാസ് ടൈപ്പ് മെറ്റീരിയൽസ് ഉണ്ടാവും. നമ്മളെ വീട്ടിലെ ഗ്ലാസിന്റെ പാത്രങ്ങളൊന്നും കുട്ടികളെ എടുക്കാൻ സമ്മതിക്കില്ല അല്ലെ, താഴെ വീണ് പൊട്ടും, അങ്ങനെയൊക്കെയുള്ള സംശയമായിരിക്കും. ഇതുപോലുള്ള ബ്രേക്കബിൾ ആയിട്ടുള്ള ഐറ്റംസും എല്ലാം അവിടെ ഉണ്ട്. പക്ഷെ കുട്ടികളെ അവരുടെ ഏജിനനുസരിച്ച് അതെല്ലാം യൂസ് ചെയ്യാനായിട്ട് അവിടെ പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ ഡെമോ നല്ല കറക്റ്റ് ആയിട്ട് കൊടുക്കണം. അപ്പൊ അവരും അതുപോലെ തന്നെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ എടുക്കും. പിന്നെ അപ്പൊ നമ്മൾ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ കുട്ടികളുടെ മോട്ടോ സ്കിൽസ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. നമുക്കറിയാം, കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ലാർജ് മോട്ടോ സ്കിൽസ് നടക്കും. ലാർജ് ടു സ്മോൾ ആണ് ഡെവലപ്മെന്റ് സ്റ്റേജിലേക്ക് വരും തോറും, വലുതാകും തോറും സ്മോൾ ഡെവലപ്മെന്റ്സ് ആണ് വരുന്നത്. അതായത് ലാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകാലിട്ട് അടിക്കുക, അനക്കുക, അല്ലെ, കമിഴുക, ഓടുക, ചാടുക, അങ്ങനെ ലാർജ് മൂവ്മെന്റ്സ് എല്ലാം നടക്കും. പക്ഷെ ചെറിയ മൂവ്മെന്റ്സ്, സ്മോൾ മൂവ്മെന്റ്സ് മസിൽസിന്റെ, അതായത് എന്തെങ്കിലും ഹോൾഡ് ചെയ്യുക, കുറെ സമയത്ത് പിടിച്ചുകൊണ്ടിരിക്കുക, ഫൈൻ മോട്ടോർ സ്കിൽസ്, അത് ഡെവലപ്പായി വരണം. അതൊരു 3 years ഒക്കെ തുടങ്ങിയാണ് അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് നല്ല രീതിയിൽ ഡെവലപ്പായി വരുള്ളൂ. അപ്പൊ ആ രീതിയിലുള്ള എക്സസൈസുകൾ അവർക്ക് കൊടുക്കണം. അതിന് വേണ്ടുന്ന കുറെ ഇൻട്രൊഡക്ടറി എക്സസൈസുകളുടെ പേരുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു, മാറ്റിന്റെ റോളിംഗ്, അൺറോളിംഗ്, പിന്നെ സിറ്റിംഗ് ആൻഡ് സ്റ്റാൻഡിങ്. നമ്മള് ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ആയിരുന്ന സമയത്ത് ടീച്ചേഴ്സ് നമ്മളെ കൊണ്ട് എക്സസൈസസ് ഒക്കെ ചെയ്യിക്കാറുണ്ട് അല്ലെ, സ്റ്റാൻഡപ്പ്, സിറ്റ് ഡൗൺ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതെല്ലാം അവരുടെ ബോഡി മൂവ്മെന്റ്സ് ആണ്. പിന്നെ ഓരോ സാധനങ്ങളും ക്യാരി ചെയ്യുന്നത് നമ്മൾ ഈസി ആയിട്ട് ക്യാരി ചെയ്യുന്ന പോലെയല്ല. പലപ്പോഴും വെയിറ്റ് അതൊരു ഫാക്ടർ തന്നെയാണ്. കുട്ടികൾക്ക് പറ്റുന്ന രീതിയിൽ അവരെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നു. പിന്നെ സ്പൂൺ കൊണ്ട് എന്തെങ്കിലും ഫിൽ ചെയ്യുക, അപ്പൊ സ്പൂണിങ്, അതൊക്കെയാണ്.
അപ്പൊ ഈ സ്പൂണൊക്കെ യൂസ് ചെയ്യാൻ അവർ പഠിക്കും, സ്പൂൺ ഹോൾഡ് ചെയ്യാനായിട്ട് പഠിക്കും. അത് നല്ല കറക്റ്റ് വേയിൽ അപ്പൊ ഭക്ഷണം കഴിക്കാനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഉപയോഗിക്കാനായിട്ട് പഠിക്കും. ഒരു ഇതിൽ നിന്നും മറ്റൊന്നിലേക്ക് ഫില്ല് ചെയ്യാനാണെങ്കിൽ അതെല്ലാം അവർ പഠിക്കും. പോറിങ്, ഇപ്പൊ ജഗ്ഗിലേക്ക് വെള്ളം പോർ ചെയ്യുന്നത്, ഒരു ട്രാൻസ്ഫറിങ്, കണ്ടെയ്നറിലേക്ക് പൾസസോ അങ്ങനെ എന്തെങ്കിലും ബിസ്ക്കറ്റുകളോ കുക്കീസോ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ അതെല്ലാം പഠിക്കും. പിന്നീടാണ് ഈ റോളിങ് അൺറോളിങ് എളുപ്പ. പക്ഷെ ഫോൾഡിങ് എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് ഫോൾഡ് ചെയ്യണം നാപ്കിൻസ്. അങ്ങനെ ഫോൾഡിങ് ഇതാകുമ്പോഴേക്കും അവരവരുടെ ഡ്രസ്സുകൾ ഫോൾഡ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ അങ്ങനെ കിടന്നു കഴിഞ്ഞ് എണീക്കുമ്പോൾ ബ്ലാങ്കറ്റ് നല്ല രീതിയിൽ ഫോൾഡ് ചെയ്ത് വെക്കാം. അതൊക്കെ ലേറ്റ് എക്സസൈസ് ആണ്. അവരുടെ കൈകൾ കുറച്ചുകൂടി, കയ്യിലെ മസിൽസ് കുറച്ചുകൂടെ ഡെവലപ്പ് ആകണം. സ്ക്യൂസിങ്, ലെമണേഡ് ഉണ്ടാക്കാൻ, നാരങ്ങ വെള്ളം ഉണ്ടാക്കാനായിട്ട് അവർ പഠിക്കുന്നത്. അപ്പൊ സ്ക്യൂസിങ് അതിൽ വരും, പിഴിഞ്ഞ് എടുക്കണമല്ലോ നാരങ്ങ വെള്ളം. അപ്പൊ അതെല്ലാം ലേറ്റ് എക്സസൈസുകളാണ്. ആദ്യം നമുക്ക് ലാർജ് മൂവ്മെന്റ്സ് ആണ് അതിൽ നടക്കുന്നത്, ഇൻട്രൊഡക്ടറി ആയിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ ട്രാൻസ്ഫറിങ്, ഇവിടെയും ട്രാൻസ്ഫറിങ് ഉണ്ട്. പിന്നെ പിക്കിംഗ് ആൻഡ് സ്വീപ്പിംഗ്, തുടച്ചു വൃത്തിയാക്കാൻ. നിറയെ അവിടെ മോപ്പും ഉണ്ടാവും, അതുപോലെ തന്നെ പല ചെറിയ ചെറിയ നാപ്കിൻസ് ഉണ്ടാവും. ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ കൂടുതലും അവരുടെ ഡൈനിങ് ടേബിളിലെ നാപ്കിൻസ് ഇങ്ങനെ പല ഭംഗിയായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം അല്ലെ. അപ്പൊ ഫോൾഡ് അത് ഈ മോണ്ടിസോറി മെത്തേഡ് വന്നത് തന്നെ യൂറോപ്യൻ കൺട്രീസ് ആണല്ലോ. അപ്പൊ യൂറോപ്യൻ കൺട്രീസിൽ ഏറ്റവും കൂടുതൽ അവർ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് നാപ്കിൻസ് വേണം. അത് മടിയിൽ വെക്കും. കൊച്ചുകുട്ടികളാണെങ്കിൽ ബിബ് പോലെ കഴുത്തിൽ കെട്ടും. അവർ വെള്ളത്തിനേക്കാൾ കൂടുതൽ ഇതുപോലെ നാപ്കിൻസ് യൂസ് ചെയ്തിട്ടാണ് ക്ലീനിങ്ങും പലതും ഒക്കെ ചെയ്യുന്നത്. അവർക്ക് കിട്ടുന്ന സ്പൂൺസ് അവർ നാപ്കിൻ വെച്ച് തുടയ്ക്കും, പ്ലേറ്റ് തുടയ്ക്കും, അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഓക്കെ, പെഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലുമൊക്കെ ടൈറ്റൻ ചെയ്യുക, അതാണ്. ഫാസ്റ്റൻ ചെയ്യുക, സെക്യൂർ ചെയ്യുക, എന്തെങ്കിലും പിന്നൊക്കെ വെച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് വെക്കില്ലേ. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഏതെങ്കിലും ഒരു ബോട്ടിൽ ഒരു ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ ചിലപ്പോ ഈ അച്ചാറുകളൊക്കെ സൂക്ഷിക്കുമ്പോൾ നമ്മളൊരു ക്ലോത്ത് അതിന്റെ മുകളിൽ എണ്ണ ഇതാക്കിയിട്ട് നമ്മൾ കെട്ടിയൊക്കെ വെക്കില്ലേ. അതല്ല കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നത്. എന്തെങ്കിലും സാധനങ്ങൾ കെട്ടിവെക്കാനോ ടൈറ്റൻ ചെയ്ത് വെക്കാനോ പിൻ വെച്ചിട്ട് ഫാസ്റ്റൻ സെക്യൂർ ചെയ്ത് വെക്കാനോ അതൊക്കെയാണ് പെഗിങ് ഉദ്ദേശിക്കുന്നത്. സീപ്പിംഗ്, ക്ലീൻ ചെയ്യുക, തുടയ്ക്കുക, വൃത്തിയാക്കുക എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ. അങ്ങനെ ഓരോ ലാർജ് മൂവ്മെന്റ്സ് ആദ്യം തുടങ്ങുന്നു, പിന്നെ അത് കഴിയുമ്പോഴേക്കും ഫൈൻ ആയിട്ടുള്ള മോട്ടർ സ്കിൽസ് തുടങ്ങുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി കുറച്ചുകൂടെ ഇതൊക്കെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഏറ്റവും കുഞ്ഞു കുട്ടികളെ ഒന്ന് പെട്ടെന്ന് നമുക്ക് ഈ ത്രെഡിങ്, ബീഡിങ്, സിസേഴ്സ് കൊടുത്തിട്ട് കട്ട് ചെയ്യുക, പേസ്റ്റ് പശ കൊടുത്തിട്ട് എന്താ പറയാ പേസ്റ്റ് ചെയ്ത് വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല. ഇതെല്ലാം നിങ്ങൾക്ക് വീട്ടിലുണ്ടെങ്കിൽ വീട്ടില് കുട്ടികളെ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യിക്കാനായിട്ട് പറ്റും. മാം, ഈ പിന്നിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു ഇത് എനിക്ക് ഷെയർ ചെയ്യാനുണ്ട് എക്സ്പീരിയൻസ്. ട്രെയിനിങ്ങിന് വന്നപ്പോ ഞങ്ങൾ ഈ തട്ടമൊക്കെ ഇട്ടുകൊണ്ട് പോണോണ്ട് തലേന്ന് ഷോള് ചാടി പോകാതിരിക്കാൻ മുട്ടുസൂചി വെച്ച് ഇത് ചെയ്ത് വെക്കും, പിൻ ചെയ്ത് വെക്കും. അപ്പൊ ഒരു കൊച്ചിനെ അത് കണ്ടു കഴിഞ്ഞപ്പോ അത് കുത്തണം എന്നൊരാഗ്രഹം. അപ്പൊ ഞങ്ങൾ 2 ടീച്ചർമാരുണ്ട്. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ടീച്ചറെ ഞാൻ ഇത് കുത്തിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ അവരുടെ മെയിൻ ടീച്ചർ പറഞ്ഞു, അത് വേണ്ട, മോൻ കുത്തിക്കഴിഞ്ഞാൽ ടീച്ചറിന്റെ തലയിൽ കൊള്ളും, ചോര വരും, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഷോൾ എടുത്ത് കയ്യിൽ വെച്ച് എങ്ങനെ കുത്തണ്ടേന്ന് ചുമ്മാ കാണിച്ചു കൊടുത്തു. തലയിലേക്ക് നേരെ കുത്തുവല്ല, ചെരിച്ച് വെച്ചാണ് കുത്തണ്ടേന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവൻ അത് കറക്റ്റ് ആയിട്ട് കുത്തി തന്നു എനിക്ക്. അത് കഴിഞ്ഞിട്ട് ഇന്റർവെൽ ആയിപ്പോ ചേട്ടായിമാരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക, ടീച്ചറിന്റെ തലയിൽ സൂചി ഞാനാലാ കുത്തിയെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷിച്ച് കിടക്കുക. അപ്പൊ നമ്മൾ ഫസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസസ് ചെയ്ത് അവരെ ഡെവലപ്മെന്റ് ഓഫ് ഇൻജെന്യുവിറ്റി ആട്ടോ, ക്യൂ അല്ല ജി ആട്ടോ അവിടെ. അതൊന്ന് കറക്റ്റ് ചെയ്തു. ഇൻജെന്യുവിറ്റി, INGENUITY എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പവർ ഓഫ് ക്രിയേറ്റീവ് ഇമാജിനേഷൻ. നമുക്കറിയാം ക്രിയേറ്റിവിറ്റി ആൻഡ് ഇമാജിനേഷൻ ഡെവലപ്പ് ചെയ്യുന്ന പ്രായമാണെന്നറിയാം. ക്ലെവർനെസ്, അവരുടെ ആ ബുദ്ധി അല്ലെ, ആ ഒരു എല്ലാം പുതിയതായിട്ട് കണ്ടുപിടിക്കാനുള്ള ഭയങ്കര ഒരു ആഗ്രഹം ആണ് ഇൻജെന്യുവിറ്റി. ഇൻജെന്യുവിറ്റി എന്ന് പറഞ്ഞാൽ പവർ ഓഫ് ക്രിയേറ്റീവ് ഇമാജിനേഷൻ.
അവർക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെയാണ് നമ്മൾ കുറച്ചുകൂടെ വലിയ ആക്ടിവിറ്റീസ് ചെയ്തു വരുന്നത്. ഇപ്പൊ അഫ്ന പറഞ്ഞ പോലെ കുട്ടിയെ കൊണ്ട് സൂചി വെക്കാനായിട്ടത് ചെയ്യിച്ചു. ത്രെഡിങ് ആൻഡ് ബീഡിങ്, നമ്മൾ കുട്ടികളെ കോർക്കാനും നൂല് കോർക്കാനും മുത്ത് കോർക്കാനും പിന്നെ സിസേഴ്സ് കൊടുത്തിട്ട് അത് പേപ്പർ കട്ട് ചെയ്യാനും പിന്നെ കൊളാഷ് ഉണ്ടാക്കിക്കാനും ഇതെല്ലാം നമുക്ക് പറ്റും. പിന്നെ ചെറിയ സ്റ്റിച്ചിങ് ഒക്കെ പഠിപ്പിക്കാനായിട്ട് ഹാൻഡ് സ്റ്റിച്ച് ഒക്കെ ഇല്ലേ, റൗണ്ട് എന്താ പറയാ റണ്ണിങ് സ്റ്റിച്ച്, ചെയിൻ സ്റ്റിച്ച്, അങ്ങനെ ചെറിയ സ്റ്റിച്ചുകളൊക്കെ ചെറിയ സൈസ് ക്ലോത്ത് കൊടുത്തിട്ട് അതൊക്കെ ചെയ്യിക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്കറിയാം നമ്മുടെ വീടുകളിൽ നിറയെ വീടുകളിൽ ഫർണിച്ചറുകളുണ്ട്, കസേരയുണ്ട്, മേശയുണ്ട്, ചെറിയ ഷെൽഫുകളുണ്ട്. എല്ലാ വീടുകൾക്ക് ഡോറുണ്ട്, ഷെൽഫുകൾക്ക് ഡോറുണ്ട്, ഡ്രോയേഴ്സ് ഉണ്ട്, കബേർഡ്സ് ഉണ്ട്. വലിച്ച് അടയ്ക്കുക എന്നുള്ളൊരു ശീലം പല ആളുകളിലും ഉണ്ട്. അടച്ചിലും കാണാം, കുട്ടികളും ചിലപ്പോൾ ശ്രദ്ധിക്കാറില്ല. അപ്പൊ അവര് കൈകാര്യം ചെയ്യുന്ന എൻവയോൺമെന്റ്, അതിനോടൊരു റെസ്പോൺസിബിലിറ്റി വേണം. അപ്പൊ അതെല്ലാം വളരെ ഡെലിക്കേറ്റ് ആയിട്ട് യൂസ് ചെയ്യാനും, അതായത് ഡിസ്ട്രോയിങ് നേച്ചർ കുഞ്ഞുങ്ങളിൽ ചെറുപ്പത്തിലേ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡൾട്ട് ആവുമ്പോഴും ആ ഒരു ശീലം അത് ശ്രദ്ധിക്കില്ല, കെയർ ചെയ്യാനായിട്ട്. അപ്പൊ സ്വയം കെയർ ചെയ്യുന്നതും മറ്റുള്ളവരെ കെയർ ചെയ്യുന്നത് പോലെ തന്നെ എൻവയോൺമെന്റും കെയർ ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി അവർക്ക് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ഓരോന്നും അറേഞ്ച് ചെയ്യാനായിട്ട് അവർ പഠിക്കണം, ക്ലീൻ ചെയ്യാനായിട്ട് പഠിക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ അല്ലെ. ടേബിള്, ചെയർ, ഇതൊക്കെ വരുമ്പോൾ വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോഴേക്കും അവർക്ക് അറിയാം എന്തൊക്കെ ജോലി അവർക്ക് ചെയ്യാൻ പറ്റും. ടേബിള്, ചെയർ ഒക്കെ അറേഞ്ച് ചെയ്യുക, അങ്ങനെ പല കാര്യങ്ങളും. ക്ലാസ് റൂമിലും അത് തന്നെ ചെയ്യാനായിട്ട് പറ്റും. ക്ലീൻ ചെയ്യാൻ പറ്റുന്നത് ക്ലീൻ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ. ബ്ലാക്ക് ബോർഡ് ഉണ്ടെങ്കിൽ ബോർഡ് ക്ലീൻ ചെയ്യുക, പിന്നെ പൊടി തട്ടുക, എന്തെങ്കിലും പോളിഷ് ചെയ്യുക. ചില കുട്ടികൾക്ക് മോണ്ടിസോറി എൻവയോൺമെന്റിലുള്ള കുട്ടികൾക്ക് ഇത് പെയിന്റ് ചെയ്യാൻ, അതായത് വൈറ്റ് പെയിന്റ് ഒക്കെ അടിക്കുന്നില്ലേ, അതൊക്കെ നല്ലതുപോലെ അറിയാനായിട്ട് പറ്റും. പെറ്റ്സിനെയും പ്ലാന്റ്സിനെയും കെയർ ചെയ്യുക, അതൊക്കെ സെൽഫ് കെയറും ഉണ്ട്. അപ്പൊ നമ്മൾ അതൊക്കെ പറഞ്ഞു, സെൽഫ് കെയറും കാര്യങ്ങളും എല്ലാം പറഞ്ഞു. നമ്മള് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും ക്ലീൻ ചെയ്യുന്നതും കുളിക്കുന്നതും ബാത്റൂം യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, പേഴ്സണൽ ഹൈജീൻ, കർച്ചീഫ്, ടിഷ്യൂ അതൊക്കെ ഉപയോഗിക്കുന്നതും, പിന്നെ ഇത് കോൾഡ് ഒക്കെ വരുമ്പോ അത് എങ്ങനെ ഇത് ചെയ്യണം. കുഞ്ഞുങ്ങൾ അത് ശരിക്കും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല, മുഴുവൻ മുഖത്തൊക്കെ ആകും, കയ്യിലൊക്കെ ആകും. അപ്പൊ അതൊക്കെ അവരെ ആ ചെറുപ്പം തുടങ്ങി പഠിപ്പിക്കും. അതൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഗ്രേസ് ആൻഡ് കോർട്സി, അതിലാണ് നമ്മൾ ഗ്രീറ്റ് ചെയ്യുക, വിഷ് ചെയ്യുക, ഗുഡ് മോർണിംഗ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും പറയാം. പിന്നെ മാനേഴ്സ്, പിന്നെ ട്രാഫിക് റൂൾസ് അവരത് അറിഞ്ഞിരിക്കണം. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മളുടെ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ മസ്റ്റ് ആയിട്ട് നമ്മുടെ കൈ തന്നെ പിടിക്കണം, ഓടിപ്പോയത്, പിന്നെ ഈ സൈഡിലൂടെ നടക്കണം എന്നുള്ളതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, നമുക്കറിയാം മോണ്ടിസോറി എൻവയോൺമെന്റില് നിങ്ങൾ നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ പഠിച്ചു. നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും, അതുപോലെ ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും. ഡീവിയേറ്റഡ് കുട്ടികൾ നോർമലൈസേഷനിലേക്കുള്ളൊരു ജേർണി നമുക്ക് കാണാനായിട്ട് പറ്റും. മേ ബി ഇറ്റ് മേ ടേക്ക് ടൈം, ചിലപ്പോൾ 2-3 months ഒക്കെ എടുക്കാം. എന്നാലും അവർക്ക് അതിനനുസരിച്ച് ആക്ടിവിറ്റീസ് കൊടുത്ത് അവരെ നോർമലൈസ്ഡ് ചെയ്യിക്കാറുണ്ട്. ഇപ്പൊ നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ തന്നെ ഫോളോ ചെയ്യും. മെറ്റീരിയൽസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെയാണോ അവിടെ തന്നെ വെക്കും. ശരിയായ രീതിയിൽ അവർ പ്രാക്ടീസ് ചെയ്യും. ഒരു പിന്നെ പ്രസന്റ് ചെയ്യാനായിട്ടും അവർക്ക് അറിയാനായിട്ട് പറ്റും. ഇവിടെ ഈ ഒരു നോർമലൈസ് ഇച്ചിരി ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ഈ ഒരു പോയിന്റ്സ് നമുക്കൊന്ന് റീഡ് ചെയ്യാം. പോയിന്റ്സ് ഒന്ന് നോക്കട്ടെ കേട്ടോ. 19 പോയിന്റ്സ് ഉണ്ട്. ചില അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളെ കൊണ്ടൊന്ന് റീഡ് ചെയ്യിക്കാം. ബാക്കി ഞാൻ കണ്ടന്റ് ബ്രീഫ് ചെയ്യുള്ളൂ, നിങ്ങൾ വായിക്കണം. അശ്വതി മിസ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയില് കാണിച്ചു തുടങ്ങിയില്ലേ മെറ്റീരിയൽസ്? ഓക്കെ. നെക്സ്റ്റ്, ക്വാളിറ്റീസ് ഓഫ് ദ ഡിറക്ട്രസ് ആൻഡ് നോർമലൈസേഷൻ ഓഫ് എ ചൈൽഡ്. ഇതാണ് അതിന്റെ ഗൈഡ് ലൈൻസ്. പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസ് കുട്ടികൾക്ക് എങ്ങനെ പ്രസന്റ് ചെയ്യാം എന്നുള്ളതിന്റെ ഒരു ഗൈഡ് ലൈൻസ് ആണ്. നമുക്ക് 19 പോയിന്റ്സ് ഉണ്ട്. അഞ്ച് പോയിന്റ്സ് വായിക്കും ഒരാള്. അങ്ങനെ 5 പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് വായിച്ചു പോവാം. ലാസ്റ്റ് 4 പോയിന്റ്സ് ആരാണ് റെഡി ആയിട്ടുള്ളത്? ഞാൻ വായിക്കാം.
വായിക്കട്ടെ മാം. യെസ്, വായിച്ചു. Guidelines for the presentation of practical life exercise to the child. Have the materials in good order and entirely prepared before the lesson starts. It is important to have sufficient practice before making a presentation. Tolerate practice before making a presentation to the child, as mistakes should not be made during the presentation. Give a lesson to a child who is not working rather than to a child who is already absorbed in his work. Prepare the workspace, a clear space at a table, an individual mat on the floor, or an empty desk. The floor mat defines the work area of the exercise. Take the child to the shelf with you so that he can see the proper location of the materials. As simply as possible, tell the child the name of the task. If he can comprehend it, tell him the names of the parts of the task. Show him how to carry it and allow the child to carry it to the workspace. Sit beside him on his commanding side. ഓക്കെ, ക്വാളിറ്റീസ് ഓഫ് ദ ഡയറക്ടേഴ്സ് ആൻഡ് നോർമലൈസേഷൻ ഓഫ് എ ചൈൽഡ്. ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്കറിയാം മോണ്ടിസോറി എൻവയോൺമെന്റിൽ എല്ലാം നല്ല കറക്റ്റ് ഓർഡറിലാണ് വെച്ചിരിക്കുന്നത്. എവിടെ നിന്നാണോ എടുക്കുന്നത് അവിടെ തിരിച്ചു വെക്കുന്ന ഒരു രീതി ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, സോ എല്ലാം നല്ല ഓർഡറിൽ വെക്കണം. ആ ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, എല്ലാം ഓർഡറിലാണ്, ഡിസോർഡർ ആയിട്ടല്ല. ഒരു ലെസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതെല്ലാം കറക്റ്റ് ഓർഡറിൽ വെക്കണം. പിന്നെ പ്രസന്റേഷന് മുമ്പ് നമ്മൾ നല്ലതുപോലെ അത് പ്രാക്ടീസ് ചെയ്തിരിക്കണം. ഞാൻ നിങ്ങളെ ഒരു കാര്യം ഡെമോ കാണിച്ചു തരിക, നല്ല പ്രാക്ടീസ് എനിക്കുണ്ടായിരിക്കണം. അതുപോലെ കുട്ടികൾക്ക് നമ്മളിത് പ്രസന്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളത് നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം കുട്ടികൾക്ക് ഡെമോ ചെയ്ത് കാണിക്കാൻ. പിന്നെ അതുപോലെ തന്നെ ടോളറൻസ്, അതായത് ഇത് ക്ഷമ, അത് അത്യാവശ്യം തന്നെയാണ്. പിന്നെ കുട്ടിക്ക് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്സ് ഉണ്ടാകരുത്. നമ്മൾ അഡീഷൻ ചെയ്യിക്കുക, 5+3 ആഡ് ചെയ്യാനായിട്ട് അഡീഷൻ ബോർഡ് വെച്ചിട്ട് അഡീഷൻ ചെയ്യിക്കുക എന്ന് വിചാരിച്ചു. നമുക്ക് അവിടെ മിസ്റ്റേക്ക് ഉണ്ടാവരുത്. കാരണം നമ്മൾ മലയാളത്തിൽ കേട്ടിട്ടുണ്ടല്ലേ, ആശാൻ ഒന്ന് പഠിച്ചാൽ ശിഷ്യന്മാർ 58 പഠിക്കുന്നുള്ള രീതിയിൽ. അതുപോലെ നമ്മൾ അതുപോലെ പ്രാക്ടീസ് ആയിരിക്കണം. കുഞ്ഞുങ്ങൾക്കൊരു അത് എന്ത് തന്നെയായാലും ഒരു ലെസൺ എടുക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ നല്ലതുപോലെ പ്രാക്ടീസ് ആയിട്ട് വേണം കുട്ടികൾക്ക് അത് കാണിച്ചു കൊടുക്കാനായിട്ട്. ഓക്കെ, പിന്നെ ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന കുട്ടികൾക്ക് വേണം നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ. ഓൾറെഡി ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന കുട്ടിയുടെ മുമ്പിൽ പോയിട്ട് നമ്മളൊരു പ്രസന്റ് ചെയ്യേണ്ട കാര്യമില്ല. ലെറ്റ് ഹിം ഡു ദാറ്റ് വർക്ക്. അവൻ ആ വർക്ക് ചെയ്തോട്ടെ. ഒന്നും ചെയ്യാതെ ഉള്ള കുട്ടിക്ക് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. പിന്നെ വർക്ക് സ്പേസ് പ്രിപ്പയർ ചെയ്യാന്നുള്ള കാര്യമുണ്ട്. അത് ടേബിൾ ആകാം, ഒരു ക്ലിയർ സ്പേസ്, ഒരു ടേബിളിലെ ഒരു ക്ലിയർ സ്പേസ് ആയിരിക്കണം. ഒരു ഇൻഡിവിജ്വൽ പറഞ്ഞല്ലോ, മാറ്റ് ഫ്ലോറിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു എംപ്റ്റി ഡെസ്ക്. ഫ്ലോർ മാറ്റ് ആ വർക്ക് ഏരിയ, ഞാൻ പറഞ്ഞു ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ്, വർക്ക് ഏരിയ ഡിഫൈൻ ചെയ്യും. അപ്പൊ വർക്ക് സ്പേസ് പ്രിപ്പയർ ചെയ്യാന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഡയറക്ടേഴ്സിന്റെ ക്വാളിറ്റീസും നോർമലൈസ്ഡ് ചൈൽഡും എങ്ങനെയാന്നുള്ളതാണ്. ഡയറക്ടേഴ്സ് ഒരു കാര്യം പ്രസന്റ് ചെയ്യുന്നതിന് മുമ്പ് അത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിരിക്കണം. മിസ്റ്റേക്സ് ഉണ്ടാകാൻ പാടില്ല. പിന്നെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന കുട്ടിക്കല്ല പ്രസന്റേഷൻ കൊടുക്കുന്നത്, ഒന്നും ചെയ്യാതിരിക്കുന്ന കുട്ടിക്ക് വേണം നമ്മളൊരു ലെസൺ കൊടുക്കാനായിട്ട്. അത് കൊടുക്കുമ്പോൾ ആ വർക്ക് സ്പേസ് പ്രിപ്പയർ ചെയ്യണം. ക്ലിയർ സ്പേസ് ആയിരിക്കണം. ഒരു ടേബിളിലെ ഫ്ലോറിലാണെങ്കിൽ ഒരു മാറ്റ് അവിടെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു എംപ്റ്റി ഡെസ്ക്. ആ വർക്ക് ഏരിയ ഡിഫൈൻ ചെയ്യുന്നത്. പിന്നെ കുട്ടിയെ ഷെൽഫിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് അവന് പ്രോപ്പർ ആയിട്ട് എല്ലാ മെറ്റീരിയൽസിനും കാണാവുന്ന രീതിയിൽ ആയിരിക്കും അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ കുട്ടി ഓരോന്നിന്റെ അടുത്ത് നിന്നിട്ട് ഓരോന്നിന്റെ ടാസ്കിന്റെ പേര് പറയുന്നു. ഫോർ എക്സാമ്പിൾ അഡീഷൻ, അല്ലെങ്കിൽ എന്താ പറയാ ജോമെട്രിക്കൽ ഷേപ്സിനെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും ആ ടാസ്കിന്റെ പേര് പറയുന്നു. അവനത് മനസ്സിലാകുവാണെങ്കിൽ
അതിന്റെ ആ ടാസ്കിന്റെ പാർട്സ് അതിന്റെ നെയിംസ് അവനോട് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അഡീഷൻ ബോർഡ് ആണെങ്കിൽ അതിൽ സ്ട്രിപ്സ് ഉണ്ട്, നമുക്ക് അതിലെ നമ്പേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് അവൻ അതാണ് വേണ്ടതെങ്കിൽ നമുക്കതിൽ കാർഡ്സ് ഉണ്ട്, കൗണ്ടേഴ്സ് ഉണ്ട്. അങ്ങനെ അതിൽ എന്തെല്ലാം ആ ഒരു ടാസ്കിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ആ പേരുകളെല്ലാം അവന് പറഞ്ഞു കൊടുക്കും. ഇനി ആ മെറ്റീരിയൽ കുട്ടി തന്നെ ക്യാരി ചെയ്ത് വർക്ക് സ്പേസിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അവരെ കാണിച്ചു കൊടുക്കണം എങ്ങനെ അത് ക്യാരി ചെയ്യണം, താഴെ വീഴാതെ എങ്ങനെ അത് എടുത്തുകൊണ്ട് വരണം. ചിലപ്പോൾ അതിന്റെ ഓപ്പണിംഗ് സ്പേസ് ഉണ്ടാകും, അവിടെ കൈകൊണ്ട് പിടിച്ച് സെക്യൂർ ചെയ്യണം. അങ്ങനെ ആ രീതിയിലൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മളത് പിടിക്കുന്നത് അവനെ കാണിച്ചു കൊടുക്കണം. അവൻ തന്നെ അത് ക്യാരി ചെയ്ത് വർക്ക് സ്പേസിലേക്ക് വരണം. അതിനു മുമ്പേ നമ്മൾ വർക്ക് സ്പേസ് എല്ലാം ഒന്നില്ലെങ്കിൽ മാറ്റ് ആണ് വേണ്ടെങ്കിൽ മാറ്റ് വിരിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഡെസ്ക് ആണെങ്കിൽ എം ടി ഡെസ്ക് ഒരു സ്പേസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ ഇവരുടെ അടുത്ത് നിന്ന് കമാൻഡിങ് ഉദ്ദേശിക്കുന്ന നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക എന്നുള്ളതാട്ടോ. ഓക്കെ, നെക്സ്റ്റ് 5 പോയിന്റ്സ് ഇത്രയും. കുട്ടി ക്യാരി ചെയ്ത് കൊണ്ടുവന്ന് അവന്റെ ടേബിള് അല്ലെങ്കിൽ ഡെസ്ക് ആ മാറ്റിന്റെ സ്ഥലത്തെത്തി. അടുത്ത 5 പോയിന്റ്സ് ആരാ വായിക്കും? ഞാൻ വായിക്കാം. Lay the task out on the table mat. Use slow, careful movements. Demonstrate the task yourself. Use on the pertinent language. Do not speak unless it is necessary during a presentation. Make the presentation interesting. We aim at demonstrating an exercise once. The directress should minimize her movement. Any action should minimize her movement. Any action should be slow, thoughtful and precise. Always look at the child to build affinity with the child. Invite the child to do the task after the demonstration. Stay to help if imperative. Do not give him any more help than he requires. ഓക്കെ, അപ്പൊ നമ്മള് വർക്ക് സ്പേസിലേക്ക് കുട്ടി മെറ്റീരിയൽസ് എടുത്തോണ്ട് വരുന്ന കാര്യം വരെ എത്തിയിരുന്നു അല്ലെ. അപ്പൊ വർക്ക് സ്പേസ് ഒക്കെ അതിന് മുമ്പ് ക്ലിയർ ആക്കി വെച്ചിരുന്നു. അപ്പൊ കെയർഫുൾ മൂവ്മെന്റ്സ്, ധൃതി പിടിച്ച് ഓടിച്ചാടി വരണ്ട. കാരണം വെച്ചാൽ മെറ്റീരിയൽസ് കയ്യിലിരിക്കുകയാണ്, താഴെ പോകും. സോ അവനത് പഠിക്കുകയാണ്, എന്തെങ്കിലും ക്യാരി ചെയ്യുമ്പോൾ എങ്ങനെ മൂവ് ചെയ്ത് വരണം, നല്ല പോലെ അവർ കെയർ ചെയ്ത് തന്നെ വരും. മെറ്റീരിയൽസ് കുട്ടി അവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കണം. എങ്ങനെയാണ് അത് ചെയ്യുന്നത്? കുട്ടി അത് വാച്ച് ചെയ്യും. വാച്ച് ചെയ്തിട്ട് അവന് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഹി ഫോളോസസ്, അവനത് ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം സംസാരിക്കുക എന്നുള്ളതാണ്. ലെസ് ടോക്ക് ആണ് അവിടെ നമ്മള് പറഞ്ഞു മോണ്ടിസോറി മെറ്റീരിയൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന് 3 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതായത് പ്രിവിറ്റി, സിംപ്ലിസിറ്റി ആൻഡ് ഒബ്ജക്ടിവിറ്റി. നമ്മളൊരു മോണ്ടിസോറി മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോൾ 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉള്ളത്. പ്രിവിറ്റി എന്ന് പറഞ്ഞാൽ ബ്രീഫിങ്, ഏറ്റവും ചുരുക്കി ആ കാര്യം പറയുക എന്നുള്ളത്. ലെസ് ടോക്കാണ്, ആക്ടിവിറ്റിയാണ് കൂടുതൽ നടത്തേണ്ടത് അവിടെ. നമ്മുടെ ആ പ്രസന്റേഷൻ ആണ് അവിടെ കാണേണ്ടത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം സംസാരിക്കുക. പിന്നെ സിമ്പിൾ ആയിട്ട് വേണം പ്രസന്റ് ചെയ്യാനായിട്ട്. കുട്ടിക്ക് കൺഫ്യൂഷൻ ആയത് അതിന് സിംപ്ലിസിറ്റി, ഒബ്ജക്ടിവിറ്റി, അതിന്റെ ലക്ഷ്യം, അതുകൊണ്ട് പർപ്പസ്, അത് മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഈ ബ്രീഫ് ചെയ്യാനും സിമ്പിൾ ആയിട്ട് പ്രസന്റ് ചെയ്യാൻ. അത് എക്സാമിനെ ഞാൻ ചോദിച്ചിട്ട് പലർക്കും അത് പലരും ആൻസർ ചെയ്തിട്ടില്ലായിരുന്നു. മറ്റു ബാച്ചുകളിൽ 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വരുന്നത് മോണ്ടിസോറി മെറ്റീരിയൽസിന്റെ കാര്യങ്ങളിൽ. അതാണ് പ്രിവിറ്റി, സിംപ്ലിസിറ്റി ആൻഡ് ഒബ്ജക്ടിവിറ്റി. ഓക്കെ, പ്രിവിറ്റി എന്ന് പറഞ്ഞാൽ ബ്രീഫ് ചെയ്യുക, ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ അതിന്റെ കാര്യം പറയുക. ഏറ്റവും കൂടുതൽ വരേണ്ടത് അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള അതിന്റെ ഡെമോൺസ്ട്രേഷൻ ആണ്. പിന്നെ അതിനെല്ലാം ഓരോ പർപ്പസ് ഉണ്ട്, ഓരോ ഒബ്ജക്റ്റ് ഉണ്ട്, ഓരോന്നും കാണിക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം സംസാരിക്കുക. പ്രസന്റേഷൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ ചെയ്യുക. നമ്മുടെ കൈയുടെ മൂവ്മെന്റ്സ് ഒക്കെ അതുപോലെ ആയിരിക്കണം. ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഡെമോൺസ്ട്രേറ്റിംഗ് ചെയ്തു. ഇനി ഡയറക്ടർസ് ചെയ്യുന്നത് അവരുടെ മൂവ്മെന്റ് മിനിമൈസ് ചെയ്യണം. പിന്നെ നല്ല പ്രിസൈസ് ആയിട്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്, വളരെ കൃത്യമായി കറക്റ്റ് ആയിട്ട്. നമുക്കവിടെ കൺഫ്യൂഷൻ പാടില്ല, നമ്മൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞു ഗൈഡ് ലൈൻസിൽ.
പിന്നെ കുട്ടിയുമായി എപ്പോഴും കുട്ടിയെ ശ്രദ്ധിക്കുക. പിന്നെ ഒരു കുട്ടിയുമായിട്ടൊരു അട്രാക്ഷൻ ബിൽഡ് ചെയ്യുക, ഒരു റാപ്പോ, നല്ലൊരു ബോണ്ടിങ്, നല്ലൊരു കുട്ടിക്ക് നമ്മളോടൊരു അടുപ്പം ഫീൽ ചെയ്യുന്ന രീതിയിൽ ആ രീതിയിൽ ബിൽഡ് ചെയ്യണം. നമ്മുടെ കുട്ടി ഡയറക്ടേഴ്സ് ശ്രദ്ധിക്കാതെ അവന് തോന്നിയ പോലെ എന്നല്ല, ആ ഒരു വെച്ചാൽ അവനൊരു ആ ഒരു ആക്ടിവിറ്റി അവൻ തന്നെ ചെയ്യാൻ തുടങ്ങുമ്പോൾ എവിടെയെങ്കിലും ഒരു കൺഫ്യൂഷൻ വന്നാൽ അവൻ ഈസി ആയിട്ട് നമ്മുടെ അടുത്തേക്ക് വരാനുള്ള ഒരു സ്പേസ് ഉണ്ടാവണം. ആ ഒരു അട്രാക്ഷൻ നമ്മളോട് ഉണ്ടാവണം. ആ ഒരു രീതിയിലൊരു അട്രാക്ഷൻ ബിൽഡ് ചെയ്യാം. ഇനി ഡെമോൺസ്ട്രേഷന് ശേഷം കുട്ടിയെ ഇൻവൈറ്റ് ചെയ്യുക ആ ടാസ്ക് ചെയ്യാനായിട്ട്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഹെൽപ്പ് ചെയ്യുക. അവൻ ആവശ്യമില്ലാതെ, അതായത് അവൻ ചെയ്യുന്നുണ്ട്, മേ ബി ഫസ്റ്റ് ചെയ്തപ്പോൾ എന്തെങ്കിലും സ്റ്റെപ്പ് തെറ്റിപ്പോയി, അവൻ വീണ്ടും ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്നത് നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. അവൻ എപ്പോഴെങ്കിലും ഒരു സപ്പോർട്ടിന് വേണ്ടി നമ്മൾ നോക്കുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ ചോദിക്കുമ്പോഴാണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് 5 പോയിന്റ്സ്. മാം, ആ സിംപ്ലിസിറ്റി അതിന്റെ മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ബ്രിവിറ്റി, സിംപ്ലിസിറ്റി, ഒബ്ജക്ടിവിറ്റി. നിങ്ങളുടെ ഒരു ചാപ്റ്ററിൽ ഉള്ളതാണല്ലോ, പറഞ്ഞു ഏത് ചാപ്റ്റർ? പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ തന്നെയാണ് തോന്നുന്നത്. ബ്രിവിറ്റി, സിംപ്ലിസിറ്റി ആൻഡ് ഒബ്ജക്ടിവിറ്റി. ബ്രിവിറ്റി എന്ന് പറഞ്ഞാൽ ബ്രീഫ് ചെയ്യുക, ഏറ്റവും ചുരുങ്ങിയ വാക്കുകളെ നമ്മൾ പറയാൻ പാടുള്ളൂ. സിമ്പിൾ ആയിട്ട് പ്രസന്റ് ചെയ്യണം. ദെൻ ഓരോന്നിനും ഓരോ പേർപ്പസ് ഉണ്ട്. ചുമ്മാ നമ്മൾ വലിച്ചു വാരി കുട്ടികൾക്ക് ടോയ്സ് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. പക്ഷെ ഒരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള ടോയ് ആണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ആ ഒരു ഡെവലപ്മെന്റ് നല്ലപോലെ നടക്കും, അല്ലെ? സോ അതാണ്. ഓക്കെ, നെക്സ്റ്റ് 5 പോയിന്റ്സ്. മാം, ഞാൻ വായിക്കാം. The child has the right to refuse, not make an issue of the lack of interest. Always give freedom of choice and movement. If he wishes to respect the task, withdraw yourself, but watch him so you can help him if he cannot do it on his own. Do not punish or reward effort or the lack of effort. The belief is that satisfaction of completion of task should be enough to reward, and it is in the child that she wants to learn and work. Never correct a child while carrying out an exercise. Not repeat the presentation instantly, as this could affect his self-esteem. Make a mental note of the child's mistake and leave the child to concentrate. Demonstrate the exercise the next day or later in the day. If the child continuously cannot be... ma'am, ഒരു കോൾ വന്നു മാം, കട്ടായി പോയതാ, സോറി. If the child continuously cannot do a task correctly, it is a demonstration that the child could not understand. The directors should examine her task analysis and make a presentation to the child again. ഇത് ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? എനിവൺ മനസ്സിലായിട്ടുണ്ടെങ്കിൽ യു ക്യാൻ എക്സ്പ്ലെയിൻ. എനിവൺ ആർക്കെങ്കിലും അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുമോ? മാം, ഒരെണ്ണം മനസ്സിലായി. നമ്മള് കുട്ടികളെ പണിഷ് ചെയ്യാനോ റിവാർഡ് കൊടുക്കാനോ പാടില്ല എന്നത് മനസ്സിലായി. അത് ഏതോ ഒരു ക്ലാസ്സിൽ അത് പഠിച്ചതായിട്ടൊരു ഓർമ്മ. അതെ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്താണ്? അതെന്ന് പറയുന്നത് Child has the right to refuse. ചിലപ്പോ ചെയ്ത് തുടങ്ങുമ്പോഴേക്കും കുട്ടിക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. സോ എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി വെക്കാനുള്ള എല്ലാ ഫ്രീഡം ഉണ്ട്, അല്ലെ? അടുത്തത് എടുക്കാനുള്ളതും അതിനുള്ള ആ ഒരു ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ട്. അതുപോലെ മൂവ്മെന്റ്, അവൻ അത് മാറ്റി അടുത്തതിലേക്ക് അതിനുള്ള താല്പര്യവും ഉണ്ടാവും. ചെയ്തു തുടങ്ങുമ്പോൾ ചിലപ്പോ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് 12th one. ഓരോ ടാസ്ക് ചെയ്യുമ്പോഴും
കുട്ടി അത് റെസ്പെക്റ്റോട് കൂടിയായിരിക്കണം അത് എടുക്കേണ്ടത്. അവന്റെ സ്വന്തം ഉത്തരവാദിത്തോടുകൂടി എടുക്കുക, അങ്ങനെയാണോ മിസ്റ്റർ അത് ഉദ്ദേശിച്ചത്? കെയർഫുൾ ആയിട്ട് അവന്റെ അത് സ്വന്തമാക്കാൻ വെക്കാൻ പാടില്ല, അവന്റെ സ്വന്തമായിട്ട് അത് കരുതാൻ പാടില്ല, അതാണോ ഉദ്ദേശിച്ചത്? ഏത് പോയിന്റാ നിങ്ങൾ പറയണത്? അവനത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാമെന്നാണ്. 11th പോയിന്റ് ടാസ്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ വിഡ്രോ ചെയ്ത് മാറി നിൽക്കണം. എന്നിട്ട് നമ്മൾ അവന് വാച്ച് ചെയ്യണം. അവൻ സ്വയം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അവന് ഹെൽപ്പ് ചെയ്യണം. 13 പറഞ്ഞു പണിഷ് ചെയ്യോ റിവാർഡ് ചെയ്യോ അതിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം മോണ്ടിസോറി മെത്തേഡിൽ അതില്ല. റിവാർഡ് പണിഷ്മെന്റിന്റെ ഒന്നും ആവശ്യമില്ല. അവൻ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ആണ് അവന്റെ റിവാർഡ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത എന്താ? 14th എന്താ പറയുന്നത്? മാം, അത് ഒരു ദിവസം ചെയ്ത എക്സസൈസ് എങ്ങനെ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് തിരുത്തി കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ഡേ വരുമ്പോ അത് ക്ലിയർ ചെയ്യണം എന്നാണോ അത് പറയണം? നെവർ കറക്റ്റ് ചൈൽഡ്. ഒരു എക്സസൈസ് ചെയ്യുമ്പോ അവന്റെ ആ കൺട്രോൾ ഓഫ് എറർ അവൻ തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ കറക്റ്റ് ചെയ്യാൻ നിൽക്കരുത്. പ്രസന്റേഷൻ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ. അത് അവന്റെ കോൺഫിഡൻസ് അവൻ വിചാരിക്കും, അയ്യോ ഞാൻ ചെയ്തത് മിസ്റ്റേക്ക് ആണ്, അതുകൊണ്ടാണ് ഡയറക്ടർസ് വന്നത് കറക്റ്റ് ചെയ്തതെന്ന് വിചാരിക്കും. സോ നെവർ കറക്റ്റ് എ ചൈൽഡ് എന്നാ പറയുന്നത്. കുട്ടി ആ ഒരു മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ നമ്മളത് ഒബ്സർവ് ചെയ്ത് നോക്കുക, അവനെ വിടുക, അവനെ ഫ്രീ ആയിട്ട് വിടുക, ടു കോൺസെൻട്രേറ്റ്. നെക്സ്റ്റ് ഡേ വേണമെങ്കിൽ നമുക്കത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. അപ്പൊ അവൻ ഓർക്കും അവന് പറ്റിയ മിസ്റ്റേക്ക് എന്താന്നുള്ളത്. അപ്പൊ അവൻ കറക്റ്റ് വേയില് അത് ചെയ്യാനായിട്ട് തുടങ്ങും. അവൻ ചെയ്യുന്ന സമയത്ത് ഒരു മിസ്റ്റേക്ക് കണ്ടാൽ നമ്മൾ അതിൽ ഇടപെടരുത്. അവൻ തന്നെ അത് ശരിയാക്കാനായിട്ട് ശ്രമിക്കുന്നത് നമ്മൾ കാണാം. മേ ബി പല ട്രയലായിരിക്കും ചിലപ്പോൾ ശരിയാവുന്നത്. ലെറ്റ് ഹിം റിപ്പീറ്റ് ചെയ്യട്ടെ എന്ന് പറയുന്നത്. 15th one. മാം, കുട്ടി കണ്ടിന്യൂസ് ആയിട്ട് അത് കറക്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ അതിനർത്ഥം കുട്ടിക്ക് ആ ഡെമോൺസ്ട്രേഷൻ ശരിക്കും മനസ്സിലായില്ല എന്നാണ്. സെൽഫ് അനാലിസിസ് നടത്തണം. എന്നിട്ട് കുട്ടിക്ക് കറക്റ്റ് പ്രസന്റേഷൻ അഗെയിൻ വീണ്ടും ചെയ്യാം. അങ്ങനെയാണ്, ഭയങ്കര മൈന്യൂട്ടായിട്ടാണ് കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് 4 points. Progress chart should be വായിക്കട്ടെ മാം. A progress chart should be preserved on his development. The information should include what task and date of presentation was made to the child and how he fairly used a grading system such as fair and very good. When the exercise is finished and materials put away, inform the child that he can take the exercise whenever he wishes. For the first exercise, materials should be put back on the shelf to let the child work with material and return them to the shelf after the exercise. Establish that material. ശിവ, ഒരു മിനിറ്റ്. നീന മോൾ ഒന്ന് നോട്ട് ചെയ്യാമോ? ഓക്കെ, ശിവ വായിച്ചു. Okay. 9th point. Establish that all materials are in order and complete and put on low shelves. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? അതായത് കുട്ടിയുടെ ഈ ഡെവലപ്മെന്റിനെ കുറിച്ച് ഒരു ചാർട്ട് നമ്മൾ തയ്യാറാക്കണം. കുട്ടി എങ്ങനെയുള്ള ടാസ്ക് ഒക്കെയാണ് ചെയ്തത്, എങ്ങനെയാണ് അവൻ പ്രസന്റ് ചെയ്തത് എന്നുള്ള വിവരങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തണം. അവിടെ നമ്മൾ മാർക്ക് ഇടുന്നതിന് പകരം ഫെയർ, ഗുഡ്, വെരി ഗുഡ്, ചിലപ്പോ
ഫസ്റ്റ് ഡേ ഒരു നോർമൽ വേയിലായിരിക്കും, സെക്കൻഡ് ഡേ ആകുമ്പോൾ അവൻ വെരി ഗുഡ് എന്നുള്ള ഒരു ഇതിലേക്ക് എത്തുമായിരിക്കും, പിന്നെ ഫെയർ എന്നുള്ള ആ രീതിയിൽ ഒരു ഗ്രേഡിംഗ് സിസ്റ്റം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മളുടെ ഒരു ഒബ്സർവേഷൻ അനാലിസിസ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നതാണ്. പാരന്റ്സുമായിട്ട് നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റണം. നെക്സ്റ്റ് പോയിന്റ്, അതായത് എക്സസൈസ് ഒക്കെ കഴിയുമ്പോൾ മെറ്റീരിയൽസ് ഒക്കെ എടുത്തു വെക്കണം, അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അത് അതെ. എന്നിട്ട് അവൻക്ക് ആഗ്രഹം ഉണ്ടാകുമ്പോൾ എടുത്ത് ചെയ്യാൻ വേണ്ടി ഇൻഫോം ചെയ്യാം. അവൻ എപ്പോഴാണോ whenever he wishes he can take the materials again and do the exercise. ഓക്കെ, ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ തിരിച്ച് ഷെൽഫിൽ തന്നെ കൊണ്ടുവയ്ക്കുക. കുട്ടിക്ക് തോന്നുന്നു ഇനി ഞാൻ ഇത് എടുക്കാൻ പാടില്ല എന്നൊരു ഫീല് വരരുതല്ലോ തിരിച്ച് ഷെൽഫിൽ കൊണ്ടുവയ്ക്കുമ്പോൾ. വി ക്യാൻ ഇൻഫോം ഹിം ദാറ്റ് എപ്പോ വേണമെങ്കിലും നിനക്ക് ഇതെടുത്ത് എക്സസൈസ് ചെയ്യാം. അപ്പൊ അവന്റെ ഉള്ള യെസ്, എനിക്കിത് കഴിയുമ്പോൾ തിരിച്ചിവിടെ കൊണ്ടുവച്ചാലും എപ്പോഴെങ്കിലും എനിക്ക് എടുത്ത് വീണ്ടും ചെയ്യാനായിട്ട് പറ്റും, വീണ്ടും ഞാൻ അവിടെ തന്നെ കീപ്പ് ചെയ്താൽ മതി എന്നുള്ള ആ ഒരു ഫീൽ വരും. എനിക്കിത് ഫസ്റ്റ് ടൈം മാത്രം തന്നതല്ല, ഒരിക്കൽ മാത്രമേ എനിക്കിത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതല്ല, ഇനിയും എനിക്കിത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോട്ട് അവനിലേക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ, 18th വൺ. മെറ്റീരിയൽസുകൾ ഷെൽഫിന്റെ ഉള്ളിൽ തന്നെ വെക്കണം, തിരിച്ചു വയ്ക്കാനും പിന്നെ അത് തിരിച്ചെടുത്ത് അതുപോലെ തന്നെ കുട്ടികൾക്ക് എടുത്ത് അത് വീണ്ടും ഉപയോഗിക്കാനും പറ്റുന്ന രീതിയിലായിരിക്കണം അത് വയ്ക്കേണ്ടത്. അങ്ങനെ ഓക്കെ, തിരിച്ച് ഷെൽഫിലേക്ക് വെക്കുന്നു. കുട്ടിയോട് വർക്ക് ട്രൈ ടു വർക്ക് വിത്ത് മെറ്റീരിയൽ ആൻഡ് അത് ആ ഒരു മെസ്സേജ് അവനിലേക്ക് കൊടുക്കണം. അത് ഷെൽഫിലേക്ക് തിരിച്ചു തന്നെ കൊണ്ടുവയ്ക്കുക ആഫ്റ്റർ ദ എക്സസൈസ് ഉള്ളത്. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ്, എല്ലാ മെറ്റീരിയൽസും ഒരു ഓർഡറിലായിരിക്കണം വെച്ചിട്ടുണ്ടാവുക. പിന്നെന്താ, പൊക്കം അങ്ങനെയാണോ കുട്ടികൾക്ക് എടുക്കാവുന്ന രീതിയിലുള്ള പാകത്തിന് ചെറിയ ഷെൽഫുകളിൽ അവരുടെ ഹൈറ്റിനനുസരിച്ച് ചൈൽഡ് സൈസ്ഡ് ആയിട്ടുള്ള ഷെൽഫുകളൊക്കെ ആയിരിക്കും പൊതുവെ മോണ്ടിസോറി എൻവയോൺമെന്റിലുള്ളത്. വലിയ ഷെൽഫുകളൊന്നും ഉണ്ടാവില്ല. അവർക്ക് പോയി നല്ല സുഖമായിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഷെൽഫുകളിൽ തന്നെ വെക്കണം. പിന്നെ ഇൻ ഓർഡർ ആയിരിക്കണം, പല മെറ്റീരിയൽസും മിക്സ് ചെയ്തു പോകരുത്. ഇപ്പൊ അഡീഷന്റെ മെറ്റീരിയൽസ് അഡീഷൻ അവിടെ മാത്രം, അഡീഷനും സബ്ട്രാക്ഷനും കൊണ്ട് മിക്സ് ആയി പോകരുത്. സോ അതുപോലെ എല്ലാ മെറ്റീരിയൽസും കറക്റ്റ് ഓർഡറിലായിരിക്കും. പിന്നെ ഓരോ കാര്യങ്ങളും പ്രസന്റേഷൻ ഓരോന്ന് പ്രസന്റ് ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് കാണുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് വായിക്കാം, കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞു മാറ്റ് റോൾ ചെയ്യുന്ന ടൈപ്പ് ആണെങ്കിൽ റോളിങ് അൺറോളിങ്, ചില നാപ്കിൻസ് ഫോൾഡ് ചെയ്യുന്നതായിരിക്കാം, ഫോൾഡ് ചെയ്യുന്നതും അതെല്ലാം ഒരു ആക്ടിവിറ്റി തന്നെയാണ് ശരിക്കും. അപ്പൊ വീടുകളിലും അവർ ഇതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യും. നമുക്ക് വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിക്കാവുന്നതാണ്. റോൾ ചെയ്ത് വെക്കാൻ പറ്റുന്നത് റോൾ ചെയ്ത് വെക്കാം എന്നുള്ള രീതിയിൽ. ഓക്കെ, ചാർട്ട് പേപ്പറിന്റെ ആക്ടിവിറ്റി ഒക്കെ സ്കൂളുകളിൽ ചെയ്യിക്കുമ്പോൾ പല കുട്ടികൾക്കും അറിയില്ല നീറ്റ് ആയിട്ട് എങ്ങനെയാ റോൾ ചെയ്യേണ്ടത് അല്ലെ. ചാർട്ട് പേപ്പർ മടക്കുന്നതിനേക്കാൾ എപ്പോഴും നീറ്റ് ആയിരിക്കുന്നത് റോൾ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. റോൾ ചെയ്തിട്ട് റബ്ബർ ബാൻഡ് ഇടുവോ, അല്ലെങ്കിൽ രണ്ടെങ്കിലും ന്യൂസ് പേപ്പർ വെച്ച് കവർ ചെയ്യുവോ, അല്ലെങ്കിൽ ഫുൾ ന്യൂസ് പേപ്പർ വെച്ച് കവർ ചെയ്യുവോ, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. അതൊക്കെ നമുക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാം. അല്ലെങ്കിൽ അവരത് ഒരുവിധം ഒരുമാതിരി ഒടിച്ച് മടക്കിയൊക്കെ ആയിരിക്കും കൊണ്ട്. റോളിങ് അൺറോളിങ് കുഞ്ഞിതിലെ അവര് പഠിക്കുമ്പോൾ വലിയ ക്ലാസ്സിലേക്ക് വരുമ്പോൾ പല കാര്യങ്ങളും അവർക്ക് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാണ് ലെഗ്സ് ക്രോസ് ചെയ്ത് അത് മുട്ടുകുത്തി നിന്ന് അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ഇരിക്കില്ലേ, കാല് രണ്ടും ബാക്കിലേക്ക് മടക്കി വെച്ചിട്ട് അങ്ങനെ ഇരുന്ന് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റും ഫ്ലോറിൽ. നിങ്ങൾക്ക് കുറെ വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. പിന്നെ അവർ ചിലപ്പോൾ 2 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് ചിലപ്പോൾ റോൾ ചെയ്യുന്ന കാണാം, ചിലപ്പോൾ 3 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് റോൾ ചെയ്യുന്ന കാണാം. കൂടുതലും അവർ 2 or 3 ഫിംഗേഴ്സ് ആയിരിക്കും യൂസ് ചെയ്തത്. അത് ചെയ്തതിനു ശേഷം 2 കൈ കൊണ്ടും അത് മാറ്റ് എടുത്ത് കൊണ്ടുപോയി അത് എവിടെയാണോ ഇരുന്നത് അവിടെ തന്നെ ചിലപ്പോൾ ഒരു ബാസ്ക്കറ്റിൽ ഇങ്ങനെ നമ്മൾ ചാർട്ട് പേപ്പറുകളൊക്കെ ഇങ്ങനെ റോൾ ചെയ്തിട്ട് ബാസ്ക്കറ്റിൽ ഇട്ട് വെക്കില്ലേ നമ്മുടെ വീടുകളിൽ, അതുപോലെ തന്നെ മാറ്റ് ഇതുപോലെ കൊണ്ടുപോയി വെക്കും. ആവശ്യമുള്ളപ്പോൾ, അതായത് അവർ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് വർക്ക് സ്പേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ മാറ്റ് എടുക്കുന്നത്. ഓരോ കാര്യങ്ങളും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ഇതൊക്കെ ചെയ്യാനായിട്ട്. ഓക്കെ, സ്പൂണിങ്ങിനൊക്കെ മറ്റു ബാച്ചുകളിലൊക്കെ കുട്ടികൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ വെച്ചിട്ട്
ഇവര് തന്നെയും ഒക്കെ ആയിട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അത് അശ്വതി മിസ് നിങ്ങളോട് പറയും എങ്ങനെയാണ് ആ വീഡിയോ എടുക്കണ്ടേ എന്നുള്ളത് കാര്യം. ഞങ്ങളോട് പറഞ്ഞിരുന്ന മിസ്, അപ്പോ ഞങ്ങളുടെ ക്യാമറ എന്തേത് ഓൺ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ തിങ്കളാഴ്ചയെ ഞങ്ങൾ 3 പേരുടെ അടുത്ത് ഓരോന്നായിട്ട് പറഞ്ഞ ആക്ടിവിറ്റീസ് ആ ഞങ്ങളുടെ 3 പേരുടെ ക്യാമറ ഓൺ ഉണ്ടായില്ല. ലാസ്റ്റ് വേറൊരു കുട്ടിയുടെ ബാക്ക് ക്യാമറ മാത്രം ഓൺ ആവണ്ടായി. എന്നിട്ട് അവളത് ചെയ്തു. ഞങ്ങൾക്ക് 2 പേർക്കും ചെയ്യാൻ പറ്റിയില്ല, ക്യാമറ ഓൺ ആവാത്തോണ്ടേ. അത് കഴിഞ്ഞിട്ട് ഇനിയുള്ള ക്ലാസ്സിൽ വരുമ്പോ ചെയ്യിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തോ നെറ്റ് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഇപ്പൊ ഒന്ന് ക്യാമറ ഓൺ ആക്കി നോക്കി. ഇപ്പൊ നല്ല പരുവത്തിലിരിക്കണം. ഓ സാധുവിനയുടെ സന്തോഷം. അന്ന് ഫുൾ സെറ്റപ്പിലായിരുന്നു മാം ഇരുന്നായിരുന്നു, അതാണ് അവള് പറഞ്ഞത്. അന്ന് വീഡിയോ ഓൺ ആക്കണമല്ലോ എന്നോർത്ത് അടിപൊളിയൊക്കെ ആയിട്ടിരുന്നേ. ഓക്കെ, അപ്പം മാം ഇതെന്തായാലും പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, ഇതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. മാം ഏതോ ഒരു നമ്പർ തന്നിട്ടുണ്ടായി, അതിലേക്ക് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. അതെയോ? ഇതൊക്കെ വായിക്കുക, എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ ചോദിക്കുക. പ്രാക്ടിക്കൽ ലൈഫിൽ കുറെ ഉണ്ട് നിങ്ങൾക്ക് വായിക്കാൻ. നമ്മൾ ഫുൾ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഗൈഡ് ലൈൻസ് എന്തായാലും ശ്രദ്ധിക്കുക. നാളെ നമ്മൾ മോണ്ടിസോറി സ്കൂളിലാണെങ്കിലും അല്ലാത്ത സ്കൂളിൽ വർക്ക് ചെയ്യാൻ പോവുകയാണെങ്കിലും ആ ഗൈഡ് ലൈൻസ് ശ്രദ്ധിക്കണം. നമ്മൾ ഏതൊരു ടോപ്പിക്കും ഞാൻ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്, അപ്പൊ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെയല്ല. പുതിയതായിട്ടാണെങ്കിലും വീണ്ടും ഒരു 10ാമത്തെ തവണയാണ് പഠിപ്പിക്കാൻ പോകുന്നതെങ്കിൽ നമ്മൾ നല്ല പോലെ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം ചെല്ലാനായിട്ട്. അല്ലെങ്കിൽ മിസ്റ്റേക്കുകൾ വരാം. അത് കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക്, കാരണം പെട്ടെന്ന് അവർ അബ്സോർവ് ചെയ്യും. അവർക്കറിയില്ലല്ലോ അത് ശരിയാണോ തെറ്റാണോ പറയുന്നതെന്നുള്ളത്. എന്ത് പറഞ്ഞാലും അവരത് ഫോളോ ചെയ്യും, അവരത് അബ്സോർവ് ചെയ്തെടുക്കും. സോ അത് ശ്രദ്ധിക്കുക. ഓക്കെ, കൃഷ്ണേന്ദ്ര ഇങ്ങനെ നടത്തി ഞാൻ മെസ്സേജുകൾ അയക്കുന്നുണ്ടല്ലോ, എന്ത് പറ്റി? എന്നോട് റെസ്പോണ്ട് ചെയ്യാനാണോ? അനിമൽസിന്റെ ഒക്കെ പേര് കാർഡിൽ എഴുതിയില്ലേ, അതുപോലെ വേറെ ഒരെണ്ണം ചെയ്ത് നോക്കി. ജസ്റ്റ് ഒന്ന് കാണിക്കട്ടെ? കാണിക്കൂ ദീപ. ഇത് കണ്ടോ? ഓക്കെ, നന്നായിട്ടുണ്ട്. നല്ല രസമുണ്ട്, ലോലിപോപ്പ് പോലെ ഉണ്ടല്ലേ? അതെ അതെ. കാർഡ് ബോർഡിൽ ഇങ്ങനെ ഒരു ഹാർട്ട് ഷേപ്പ് വെട്ടിയിട്ട് 2 സ്ട്രോ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഒട്ടിച്ചു. എന്നിട്ട് ഞാൻ വിചാരിച്ചു, അപ്പൊ എനിക്ക് ഇത് കണ്ടപ്പോ എനിക്ക് മറ്റേനെക്കാട്ടിലും ഇത് പിള്ളേരുടെ കയ്യിൽ ഇങ്ങനെ കൊടുക്കുമ്പോ പിടിക്കാൻ പാകത്തിന്. മിസ്സേ, ഞാനും അതുപോലെ വേർഡ് റീഡിംഗ് കാർഡും അങ്ങനെ കാർഡ്സുകളൊക്കെ ആക്കി കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാണിക്കട്ടെ? കാണിക്കൂ. ആ എഴുതിയ വേർഡ് എന്തായിരുന്നു? ഫസ്റ്റ് കാണിച്ച വേർഡ് എന്തായിരുന്നു? നീന ഓഡിയോ മ്യൂട്ടാ. തലതിരിഞ്ഞാണോ കാണുന്നത്? ബോക്സ് തലതിരിഞ്ഞാണോ കാണുന്നത്? ആദ്യം ഞാനൊരു വേർഡ് കണ്ടോ, സ്മോൾ എന്നാണോ സ്മോൾ എന്നാണോ? സ്മോൾ അല്ലേ മാം? സ്മൈൽ അല്ലേ? സ്മൈൽ അല്ലേ? SMAIL, അതെന്ത് പേരാ? സ്മോൾ ആണോ ഉദ്ദേശിച്ചേ? അല്ല, സ്മൈല് ആണോ ഉദ്ദേശിച്ചേ? SMILE ആണ് സ്മൈല്. ഞാൻ കറക്റ്റ് ചെയ്ത വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങളുടെ മുന്നിലേക്ക് പോവുകയാണെങ്കിൽ തെറ്റി നമ്മൾ കാണിക്കരുതല്ലോ, അതുകൊണ്ടാണ്. വേർഡ് എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഡിക്ഷണറിയിൽ നോക്കി പോവാ. ഓക്കെ, പെൻസിൽ അത് ശ്രദ്ധിച്ചിട്ടില്ല, അതാണ് എഴുതിയത് ശ്രദ്ധിച്ചിട്ടില്ല. അതിനിപ്പോഴാണ് ഞാനും കാണുന്ന അതിനകത്ത് ഇല്ല എന്നുള്ളത് ശ്രദ്ധിച്ചിട്ടില്ല. അവിടെ ഒരു വര ഇട്ട് കഴിഞ്ഞാൽ അത് സ്മോൾ എന്ന് വായിച്ചോളും, അപ്പൊ കുഴപ്പമില്ല. അതെ, സ്മോൾ ആക്കുകയായിരിക്കും നല്ലത്, കാരണം എ വേണ്ട നമുക്ക്. SMILE ആണ്. അടുത്തത് പെൻസില്, മദർ, ടീച്ചർ, ബുക്ക്, ഫാദർ. പിന്നെ ABCD കാർഡ്സ് എനിക്ക് വെട്ടി ഒട്ടിക്കൽ ഭയങ്കര ഒരു, നമ്മുടെ ആ സാൻഡ് പേപ്പേഴ്സിൽ ചെയ്യാൻ പറഞ്ഞില്ലേ,
അത് ഭയങ്കര ടാസ്ക് ആയിപ്പോയി. ഞാനത് മേടിച്ചത് വളരെ റഫ്നെസ് കൂടുതലുള്ളത് വേണമെന്ന് പറഞ്ഞല്ലോ, അത് വല്ലാത്ത റഫ്നെസ് ആയിപ്പോയി, ഒട്ടമേ ഉണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് ഫ്ലെക്സ് ക്യൂക്ക് മേടിച്ചിട്ട് 4 വരെ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാനത് ഇവരോട് ചോദിച്ചു, നിങ്ങളൊക്കെ ഇതാണോ മേടിച്ചെന്ന് ചോദിച്ചപ്പോൾ അതല്ല, ഇത് ഒട്ടാൻ പാടാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ചെയ്തപ്പോൾ അത് തന്നെ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ വെട്ടാൻ ഭയങ്കര ടാസ്ക്കാണ്. അതൊരു വലിയ റോൾ എനിക്ക് ഹസ്ബൻഡ് മേടിച്ചുകൊണ്ട് തരികയും ചെയ്തു. അപ്പൊ ഞാൻ പിന്നെ അത് മാറ്റിയില്ല. പിന്നെ വേർഡ് റീഡിങ് കാർഡ്സ് തലതിരിഞ്ഞാണ് പോകുന്നത്. അതുപോലെ തന്നെ നമ്പേഴ്സിന്റെ ചെയ്തിട്ടുണ്ട്. ടീച്ചർക്ക് ടൈം പോവോ പിന്നെ കണ്ടുവരുമ്പോഴത്തേക്കും? വൈവ ടൈമിൽ നിങ്ങളെല്ലാം കാണിക്കും. ഓരോ പ്രാവശ്യം കാണിക്കണം എന്ന് വിചാരിക്കും, പക്ഷെ അപ്പോഴൊക്കെ ആരെങ്കിലും കാണിക്കും. അപ്പൊ ടീച്ചർക്ക് ടൈം പോകുന്ന ഒരു ഐഡിയ കിട്ടും. അവരതുപോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അവർക്കൊരു ഐഡിയ കിട്ടും. പിന്നെ ഇത് കളേഴ്സ് ആണ്. അപ്പൊ ഞാൻ കളറ് കാക്കയ്ക്ക് കറുപ്പാണ്, അങ്ങനെ നമുക്ക് കാണിച്ചു കൊടുക്കാലോ. കളേഴ്സ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, കാർഡില് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ. അത് കഴിഞ്ഞ് പിന്നെ റെഡ് ഇങ്ങനെ, അത് ഓരോ കളറിനും ഓരോ ഇത് വെച്ചിട്ട് ചെയ്തിരിക്കുന്നത്. മിൽക്ക് വൈറ്റ് ആണ്, ഓറഞ്ച് ആണ്, അങ്ങനെ ഓരോ വയലറ്റിന്, അങ്ങനെ പാരറ്റ് പച്ച, അങ്ങനെ. പിന്നെ ഷൂലേസ് അല്ലാതെ ബാക്കി എല്ലാ സംഭവങ്ങളും ചെയ്തിട്ടുണ്ട്. അല്ലാത്ത കളർ ബോക്സിൽ ഇങ്ങനെ കളേഴ്സ് ചെയ്തിട്ട് കുറെ ഉണ്ട് കേട്ടോ, കാണാമോ? ഇതുപോലെ വേറെ കളേഴ്സ്. പിന്നെ മറ്റേ ബീഡ്സ് ചെയ്തിട്ടുണ്ട്. ബീഡ്സിന്റെ പല പല കളേഴ്സിലായിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് കുറെ ചെയ്തിട്ടുണ്ട്. ശരിക്കും മിസ്സേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ എന്റെ കൊച്ചുങ്ങളൊക്കെ എന്തെങ്കിലും ഒരു ബലൂണിന്റെ പിക്ചറൊക്കെ വരച്ചിട്ടേ ചുമ്മാ എന്തെങ്കിലും ക്രയോൺ ഒക്കെ വെച്ച്, വലിയ ഭംഗിയൊന്നുമില്ല, ചുമ്മാ അങ്ങ് വരച്ചിട്ട് കൊണ്ടുവന്ന് കാണിക്കുമ്പോ ഓ ഇതാണ് ഇത്ര വലിയ കാര്യം എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഓ ഇതെന്നാന്ന് ചുമ്മാ അന്നേരം ആ ഒരു ഇതാണോ ഇത്ര നേരം ഇരുന്ന് വരച്ച്, അങ്ങനെയൊക്കെ എനിക്ക് ചോദിക്കുന്നു. പക്ഷെ ഈ കോഴ്സ് കഴിഞ്ഞ് ഇപ്പൊ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങള് ടീച്ചറിന് കാണിച്ച എന്ത് തിരക്കുണ്ടെന്നറിയോ. തിരക്കിന്റെ ഇടയ്ക്ക് നമ്മൾ ഒരെണ്ണ ചെയ്തെങ്കിലും പിറ്റേ ദിവസം അന്ന് ക്ലാസ്സിൽ കാണിക്കുമ്പോ ടീച്ചർ ഗുഡാന്നൊക്കെ പറയുമ്പോ അപ്പൊ നമ്മൾ അവരെക്കാട്ടിലും ചെറുതായിപ്പോ. എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് അമ്മ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്റെ മക്കളെടുത്ത് കളിക്കും കേട്ടോ, എല്ലായിടത്ത് കാണിക്കും. ഭയങ്കര ഇതായി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാണ്ട് പോയ ഒരു ബാല്യം ശരിക്കും ഞാനിപ്പോ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കും ഒരു പാട് ടാസ്കാണ്. നമുക്കിത് എടുത്ത് സൂക്ഷിക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ എന്റെ കൂടെ നിൽക്കണം. ഞാൻ ഇത് എടുത്തപ്പോഴത്തേക്ക് ഓടി വരികയാണ്, ഇതെല്ലാം എടുക്കാനായിട്ട് ഓടി വന്നിട്ട് നിൽക്കുകയാണ്. ഇവർക്കൊക്കെ ഭയങ്കര സന്തോഷം, ഇതൊക്കെ എടുത്ത് കാണാനും കളിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കാറുണ്ട്, കുറെയൊക്കെ അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കാറുണ്ട്. പക്ഷെ ഇവർക്ക് നമ്മൾക്കിത് പിന്നീട് കാണിക്കേണ്ട സാധനമാണല്ലോ, എപ്പോഴും കളിക്കാൻ കൊടുത്താലും പോവുകയല്ലേ. ഭയങ്കര ഒരു സന്തോഷം. ഈ പ്രാക്ടിക്കൽ അങ്ങ് തുടങ്ങിയപ്പോഴേ ഇതിന്റെ ഒരു ചൂട് ശരിക്കും മനസ്സിലായി വന്നു. വെരി ഗുഡ്. എന്തായാലും കീപ് ഇറ്റ് അപ്പ്, ചെയ്യൂ. വൈവ സമയത്ത് നമുക്ക് ഇതെല്ലാം വേണ്ടി വരും. ഓക്കെ ദെൻ. താങ്ക് യു മാം. ഓക്കെ ബൈ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am.